Okay. So, welcome everybody. നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാറ്റ്ചാറ്റിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് ശരിക്കും വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന് നിർത്തിയത് ശരിക്കും തോമസ്റ്റിക് ഫിലോസഫി, സ്കോളാസ്റ്റിസിസത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് സെൻറ്റ് തോമസ് അക്വൈനസിനെ കുറിച്ചായിരുന്നു നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തത്. ഇസ്ലാമിക് വേൾഡിലെ ഫിലോസഫേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് തോമസത്തിലാണ് നമ്മൾ നിന്നത്. ഈ പലരും ഈ തോമസ്റ്റിക് ഫിലോസഫിയെ ഈ ഫെയ്ത്ത് ആൻഡ് റീസണിൻ്റെ ഒരു വലിയ സിന്തസിസ് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു പീക്കായിട്ടാണ്, അതിൻ്റെ ഒരു മൗണ്ടൻ ടോപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ ദിസ് മാരേജ് ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് റീസൺ, അത് ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും ഹാർമോണിയസ് ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയ ഒരു സമയമായിട്ടാണ് ഈ സെൻറ്റ് തോമസിൻ്റെ സമയം കാണുന്നത്. പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോയത്. കുറേ ബാഡ് ഐഡിയാസൊക്കെ ക്രീപ്പിൻ ചെയ്തു. അതിങ്ങനെ പിന്നെ ഇപ്പോൾ ചില ഫിലോസഫേഴ്സൊക്കെ പറയും, ചില ഹിസ്റ്റോറിയൻസ് ഓഫ് ഫിലോസഫിയൊക്കെ പറയും, അന്ന് തുടങ്ങിയ ഒരു സ്ലൈഡ്, അതൊരു ഡൗൺവേർഡ് സ്ലോപ്പിലുള്ള ആ ഒരു സ്ലൈഡ് ഇതുവരെ തീർന്നിട്ടില്ലെന്ന് പറയും. നമ്മളിപ്പോഴും ആ ഒരു സ്ലൈഡിലാണെന്ന് പറയും. അപ്പം അതിലെന്തുമാത്രം കാര്യമുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു ഹിസ്റ്ററിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ചൊരു ഇൻസൈറ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് യു ക്യാൻ മേക്ക് അപ്പ് യുവർ ഓൺ മൈൻഡ് അബൌട്ട് ഇറ്റ്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. അന്ന് തുടങ്ങിയ ഒരു സ്ലൈഡ്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിലുള്ള ഒരു സ്ലൈഡ് ഇതുവരെ തീർന്നിട്ടില്ലെന്ന് പറയും. ഇപ്പോഴും ആ ഒരു സ്ലൈഡിലാണെന്ന് പറയും. അപ്പം അതിലെന്തുമാത്രം കാര്യമുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു ഹിസ്റ്ററിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ചൊരു ഇൻസൈറ്റ് കിട്ടും. നമുക്ക് യു ക്യാൻ മേക്ക് അപ്പ് യുവർ ഓൺ മൈൻഡ് അബൌട്ട് ഇറ്റ്. സോറി. എനിവേ, സോറി അബൌട്ട് ദാറ്റ്. അത് യൂട്യൂബ് ഓപ്പൺ ആയിട്ട് കിടന്നതാണ്. ഓക്കെ, വി ആർ ബാക്ക്. ഓൾറൈറ്റ്. ഈ സ്കോട്ട് ഹാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പേഴ്സണാലിറ്റിയാണെന്ന് വിചാരിക്കുന്നു. സ്കോട്ട് ഹാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇൻ്റലക്ച്വൽസ് റൂൾ ദ വേൾഡ്. ശരിക്കും അത് സ്കോട്ട് ഹാൻ അല്ല ആദ്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ബുക്സൊക്കെ ഉണ്ട്. Intellectuals that rule the world from their graves എന്നൊക്കെ പറഞ്ഞ ബുക്കൊക്കെ ഉണ്ട്. അപ്പം but they often do so from their graves. That's the point. ഇപ്പം നമ്മൾ ഈ വലിയ തിങ്കേഴ്സ് ഉണ്ട്, പക്ഷെ അവരുടെ ജീവിതകാലത്ത് ശരിക്കും അവരുടെ ഐഡിയാസും അവരുടെ ചിന്തകളും ഒന്നും ചിലപ്പം വലിയ രീതിയിൽ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നില്ല. പക്ഷെ പിന്നീട് അവരുടെ മരണശേഷം ഇതിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ കാൾ മാർക്സിൻ്റെ ജീവിതകാലത്ത് ശരിക്കും മാർക്സിസം ഒരു വലിയ ഫിനോമിനനായിട്ട് മാറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഐഡിയോളജിയായി. ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നമുക്കൊരു മാർക്സിസ്റ്റ് ഗവൺമെൻറ്റാണുള്ളത്. എന്ന് പറഞ്ഞാൽ ജീൻ ജാക്ക് റൂസോയുടെ ഐഡിയാസാണ് ശരിക്കും ഫ്രഞ്ച് റവല്യൂഷനിലേക്കൊക്കെ വഴിവെച്ചത്. ഇതിനെക്കുറിച്ച് ഒരു പ്രോട്ടസ്റ്റന്റ് ഫിലോസഫർ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പഠിച്ചെന്ന് വെച്ചാൽ അദ്ദേഹം പഠിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഡിക്ലൈൻ്റെ കാരണങ്ങൾ നോക്കി അന്വേഷിച്ചിങ്ങനെ പോയപ്പോഴാണ് ഇത് എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി പോയി അവസാനം അദ്ദേഹം അതിനെ ഈ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ 14th സെഞ്ച്വറിയിലേക്കാണ്, 13th and 14th centuries. എന്നിട്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതി, അതിൻ്റെ പേരാണ് ഐഡിയാസ് ഓഫ് കോൺസിക്വൻസസ്. നമ്മളെ കാണുന്ന ഈ ബുക്ക് റിച്ചർഡ് ബീവർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. റിച്ചർഡ് ബീവർ ഇതിൻ്റെ എല്ലാം തുടക്കമായിട്ട് കരുതുന്നത് ഈ 14th സെഞ്ച്വറിയിലുണ്ടായ ചില ബാഡ് ഐഡിയാസിലേക്കാണ്. 14th സെഞ്ച്വറിയിൽ കിടക്കുന്നതിന് മുമ്പ് പക്ഷെ നമ്മൾ ശരിക്കും ഈ സ്കോളാസ്റ്റിക് ഫിലോസഫേഴ്സിൽ നമ്മൾ സെൻറ്റ് തോമസിനെ മാത്രമേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സെൻറ്റ് ആൽബർട്ടിൻ്റെ കാര്യം കുറച്ച് പറഞ്ഞു.
പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഫിലോസഫർ ഉണ്ട്, അദ്ദേഹത്തിലൂടെ നമുക്ക് ശരിക്കും 14th സെഞ്ചുറിയിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ഡൺസ് സ്കോട്ടസ് എന്നാണ്. ഡൺസ് സ്കോട്ടസ്. സ്കോട്ടസ് എന്ന് പറഞ്ഞാൽ സ്കോട്ടിഷ് ആണെന്നേ ഉള്ളൂ മീനിങ്. ശരിക്കുള്ള പേര് ജോൺ ഡൺസ് എന്നാണ്. ശരിക്കും ജോൺ ഡൺസ് വാസ് ബോൺ ഇൻ സ്കോട്ട്ലൻഡ്. അപ്പം അതുകൊണ്ടാണ് ശരിക്കും സ്കോട്ടസ് എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ ഡൺസ് സ്കോട്ടസ് ശരിക്കും he was a Franciscan. St. Thomas Aquinas was a Dominican. ശരിക്കും ഈ സ്കോളാസ്റ്റിക് പീരീഡിലെ സ്കോളേഴ്സ് എല്ലാവരും ഈ കൂടുതൽ പേരും ഈ മെൻഡിക്കൻ്റ് ഓർഡേഴ്സിൽ നിന്നാണ്. ശരിക്കും ഡൊമിനിക്കൻസിൽ നിന്നും ഫ്രാൻസിസ്കൻ കോൺഗ്രിഗേഷനിൽ നിന്നാണ്. അവരുടെ ദ വേ ദേ ഫിലോസഫൈസ്ഡ് അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എനിവേ, സ്കോട്ടസ് വാസ് എ ഫ്രാൻസിസ്കൻ. ഈ ഫിലോസഫിയെ ഒരു വലിയൊരു ഇന്റർജനറേഷണൽ ഡയലോഗായിട്ട് കാണുന്നവരുണ്ട്. ഒരു ദാറ്റ്സ് എ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. ഇപ്പം പ്ലേറ്റോ അല്ലെങ്കിൽ സോക്രട്ടീസ് വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം പ്ലേറ്റോ വരുന്നു, ഈസ് ഹാവിങ് എ ഡയലോഗ് വിത്ത് സോക്രട്ടീസ്. അത് കഴിഞ്ഞ് അരിസ്റ്റോട്ടിൽ വരുന്നു, ഈസ് അഗെയിൻ ഡയലോഗിങ് വിത്ത് പ്ലേറ്റോ ആൻഡ് ഈസ് കമ്മിങ് അപ്പ് വിത്ത് ഹിസ് ഓൺ ഒപ്പീനിയൻസ്. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ ഓരോ ജനറേഷനിലെ ഫിലോസഫേഴ്സിനും ദേ ഹാവ് ടു ഗ്രാപ്പിൾ വിത്ത് സർട്ടൻ എറേഴ്സ്, സർട്ടൻ ഫിലോസോഫിക്കൽ പ്രോബ്ലംസ്. ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് എല്ലാ സമയത്തും ഉണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അപ്പോൾ ഈ സ്കോട്ടസിൻ്റെ സമയത്തുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്, അതിനെ നമുക്ക് ലാറ്റിൻ അവേറോവിസം എന്ന് പറയാം. ലാറ്റിൻ അവേറോവിസം. നമ്മൾ അവേറോവിസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ശരിക്കും ഹി വാസ് എൻ ഇസ്ലാമിക് ഫിലോസഫർ. ഈ ഇസ്ലാമിൻ്റെ ഗോൾഡൻ ഏജിൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു ഫിലോസഫറാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹി വാസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ഈ സ്കോളാസ്റ്റിക്സിനിടയിൽ. അദ്ദേഹമാണ് ശരിക്കും ഈ അരിസ്റ്റോട്ടലിൻ്റെ വർക്ക്സിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമൻട്രീസ് ഒക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം സെൻറ്റ് ഡൊമിനിക് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ദ കമൻറ്റേറ്റർ എന്നാണ്. ദ കമൻറ്റേറ്റർ. സെൻറ്റ് തോമസ് അക്വീനസ് വിളിച്ചിരുന്നത് ദ കമൻറ്റേറ്റർ എന്നാണ്. അപ്പം ഈ ലാറ്റിൻ അവേറോവിസത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അവിടെ ഈ ഹ്യൂമൻ റീസണ് ഒരു എന്താ പറയുക, ഒരു ഓവർ എംഫസിസ് ഉണ്ട്. റീസണിൻ്റെ പവേഴ്സിൽ അവർക്കൊരു വലിയ അവർക്ക് ഓവർ ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പം അതിനെ ഡിവൈൻ റെവലേഷനുമായിട്ട് സിന്തസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ശരിക്കും ഈ അവേറോവിസിൻ്റെ ഒക്കെ അഭിപ്രായം. അപ്പം അതിനകത്ത് ശരിക്കും അങ്ങനെ തന്നെ വാദിച്ചിരുന്ന ചില ക്രിസ്ത്യൻ ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. CJF ബ്രാബൻഡ് എന്നൊക്കെ പറഞ്ഞുള്ള ക്രിസ്ത്യൻ ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ തോമസ് അക്വൈനസ് ശരിക്കും ഈ ലാറ്റിൻ അവേറോവിസത്തിൽ അതിൻ്റെ എക്സ്ട്രീംസിലോട്ടൊന്നും പോയിട്ടില്ല. തോമസ് അക്വൈനസ് ശരിക്കും ഇതിൻ്റെ ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സിന്തസിസിലേക്കാണ് പോയത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു എക്സ്ട്രീമിലേക്ക് പോയിട്ടുള്ള പലരും അന്നുണ്ട്. അങ്ങനത്തെ ഒരു ട്രെൻഡ് അന്ന് ഡെവലപ്പ് ചെയ്തു ശരിക്കും. അപ്പോൾ ശരിക്കും നമുക്ക് രണ്ട് സോഴ്സസ് ഓഫ് ട്രൂത്ത്, ഡബിൾ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ ചില തിയറീസ് ഒക്കെ വന്നു. ഇപ്പം റെവലേഷനിൽ നിന്ന് നമുക്കൊരു സെറ്റ് ഓഫ് ട്രൂത്ത് കിട്ടും, അതുപോലെ തന്നെ റീസണിൽ നമുക്ക് വേറൊരു സെറ്റ് ഓഫ് ട്രൂത്ത് കിട്ടും. അപ്പോൾ സംതിങ് ക്യാൻ ബി ഫിലോസോഫിക്കലി ട്രൂ ആൻഡ് തിയോളജിക്കലി ഫോൾസ് അറ്റ് ദ സെയിം ടൈം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ട്രൂത്ത് ശരിക്കും ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് റിയാലിറ്റി അല്ല, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് പെർസ്പെക്റ്റീവ് എന്നൊക്കെയുള്ള ചില ഡേഞ്ചറസ് ഐഡിയാസ് ഒക്കെ വരാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ഈ റിലിജിയനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റീസൺ ആണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പം റിലിജിയൻ ഇസ് ഫോർ ദ മാസസ്, സാധാരണ ആൾക്കാർക്ക് വേണ്ടി. പക്ഷേ ഫോർ ദ ഇൻ്റലക്ച്വൽസ്, സ്കോളേഴ്സ് ശരിക്കും റീസണും ഫിലോസഫിയുമാണ് ശരിക്കും അവരെ കൂടുതൽ റിലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള. അപ്പോൾ ഇതിനെ ഒരു കറക്റ്റീവായിട്ടാണ് ശരിക്കും സ്കോട്ടസിൻ്റെ റൈറ്റിങ്സിൽ കൂടുതലും കാണുന്നത്. അപ്പോൾ ഇതൊരു എക്സ്ട്രീമിലേക്ക് പോയി. അപ്പോൾ അവിടെ ദർ ഇസ് എ പ്രോബ്ലം. അപ്പോൾ സ്കോട്ടസ് വാണ്ടഡ് ടു സെറ്റ് ദിസ് റൈറ്റ്. അപ്പോൾ ഈ റാഷണലിസത്തെയാണ് ശരിക്കും സ്കോട്ടസ് കൂടുതലായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ. അപ്പം എങ്ങനെയാണ് സ്കോട്ടസ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു എക്സ്ട്രീമിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ അത് കറക്ഷൻ വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ മറ്റൊരു എക്സ്ട്രീമിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കുറച്ചുകൂടെ കൂടുതലാണ്. സ്കോട്ടസ് അതിൻ്റെ കറക്ഷനിലേക്ക് പോയത് അതിൻ്റെ ഒരു കമ്പോണൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ റീസണിലും ഇൻ്റലക്റ്റിലും ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ദൈവത്തിൻ്റെ വില്ലിലേക്കായി കൂടുതൽ ഫോക്കസ്. എംഫസിസ് ഓൺ ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് ദ ഫ്രീഡം ഓഫ് ഗോഡ്.
ഗോഡ് ഈസ് ഓംനിപൊട്ടന്റ്. അപ്പം ദൈവത്തിന് എന്തും ചെയ്യാം. അപ്പോൾ ഹി വാണ്ട്സ് ടു ബ്രിങ് ദ ഫോക്കസ് ബാക്ക് ടു ഗോഡ്. ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഹ്യൂമൻ റീസണിൽ നിന്ന് മാറ്റി നമുക്ക് തിരിച്ച് ദൈവത്തിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുവരണം. പക്ഷേ അദ്ദേഹത്തിന് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ ഹി സ്ട്രെസ്ഡ് ദി ഫ്രീഡം ആൻഡ് വിൽ ഓഫ് ഗോഡ്. അപ്പം ഹ്യൂമൻ റീസണ് ചില ഇൻട്രിൻസിക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് സ്കോളാസ്റ്റിക്സും അവെയറാണ് ശരിക്കും. അവർ പറയുന്നുണ്ട്. ഇപ്പോൾ സെന്റ് ആൻസലം അല്ലെ ബോണവെഞ്ചർ വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് സ്കോളാസ്റ്റിക് ഫിലോസഫർ. നമ്മൾ ബോണവെഞ്ചറിനെ ഡിസ്കസ് ചെയ്തിട്ടില്ല, ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മുടെ ടൈം ഫ്രെയിം ചെറുതായതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും ഹി വാസ് എ കണ്ടംപററി ഓഫ് സെന്റ് തോമസ് അക്വൈനസ്. തോമസ് അക്വൈനസിനെ വിളിക്കുന്നത് ദി ഏഞ്ചലിക് ഡോക്ടർ എന്നാണ്. കാര്യം അദ്ദേഹം ഏഞ്ചൽസിനെ കുറിച്ചൊക്കെ ചില വളരെ പ്രധാനപ്പെട്ട ചില ഇൻസൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സെന്റ് ബോണവെഞ്ചർ, a Franciscan, he's called the seraphic doctor. ഓക്കെ, അപ്പോൾ ഈ ആൻസലം ബോണവെഞ്ചർ അവരും ഈ റീസണിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ച് അവർ അറിയാം. പക്ഷേ അവർ പറഞ്ഞു പക്ഷേ റീസൺ ഹാസ് ദ പവർ ടു നോ ദ മിസ്റ്ററീസ് ഓഫ് ഫെയ്ത്ത്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ റീസൺ ഗെറ്റ്സ് എലിവേറ്റഡ്. അപ്പോൾ നമുക്കങ്ങനെ ഡിവൈൻ മിസ്റ്ററിയിലേക്കൊക്കെ നമുക്ക് ഇൻസൈറ്റ് കിട്ടും. ട്രിനിറ്റിയെക്കുറിച്ചും ഇൻകാർണേഷനെ കുറിച്ചും ഒക്കെ നമുക്ക് ഇൻസൈറ്റ്സ് കിട്ടും. പക്ഷെ സ്കോട്ടസിന് അത് ആ ഒരു ഐഡിയ അത്ര താല്പര്യമില്ല. സ്കോട്ടസ് വാണ്ടഡ് ടു റെസ്ട്രിക്റ്റ് ദ സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റീസൺ. ഇപ്പം ചില ഫ്രാൻസിസ്കൻസ് ഒക്കെ ഇതിൻ്റെ വേറെ എക്സ്ട്രീമിലേക്ക് പോയി. ഇപ്പം നമുക്ക് എന്ത് നോളജ് കിട്ടണമെങ്കിലും സൂപ്പർ നാച്ചുറൽ ഗ്രേസ് വേണം എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ സ്കോട്ടസ് ആ എക്സ്ട്രീമിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ സ്റ്റിൽ റീസണിൻ്റെ പവറിനെ കുറിച്ച് അദ്ദേഹം ഇച്ചിരി ഒരു സ്കെപ്റ്റിക്കൽ നിലപാടാണ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ സ്കോട്ടസ് പറയും നമ്മുടെ ഈ അരിസ്റ്റോട്ടലിനെ പോലുള്ള പേഗൻ ഫിലോസഫേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ദേ റിലൈഡ് ഓൺ നാച്ചുറൽ റീസൺ അലോൺ. അതുകൊണ്ട് ദേ ഫെൽ ഇൻ ടു എറർ. കാരണം അവർക്ക് ഈ റെവലേഷൻ്റെ ഹെൽപ്പ് ഇല്ലായിരുന്നു, എയ്ഡ് ഇല്ലായിരുന്നു. ഒറിജിനൽ സിനിനെ കുറിച്ചും അതിൻ്റെ ഫോളിനെ കുറിച്ചുള്ള ഫോളിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരുടെ ഫിലോസഫി ഇസ് ഓൾ എറോണിയസ് എന്നുള്ള രീതിയിലാണ് സ്കോട്ടസ് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്കോട്ടസ് പറയുന്നത്, ഈ നമുക്ക് സെൻസ് എക്സ്പീരിയൻസിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല റാഷണൽ നോളജിന് വേണ്ടി. കാര്യം അത് ഈ സെൻസ് എക്സ്പീരിയൻസിൽ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് ഫോളിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് സ്കോട്ടസ് കാണുന്നത്. ശരിക്കും അക്വൈനസിൻ്റെ നിലപാടിന് ഘടകവിരുദ്ധമാണ്. അപ്പം ഇങ്ങനെ അക്വൈനസുമായിട്ട് ചില സീരിയസ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സ്കോട്ടസിന്. അപ്പോൾ ഈ ടോമിസ്റ്റിക് മെറ്റഫിസിക്സിന് സ്കോട്ടസിന് ശരിക്കും ഹി ഹാസ് എൻ ആൾട്ടർനേറ്റീവ് സെറ്റ് ഓഫ് ഐഡിയാസ്. അപ്പം ഈ സെന്റ് തോമസ് ശരിക്കും ദൈവത്തിൻ്റെ എസൻസും എക്സിസ്റ്റൻസും അതിൻ്റെ ഡിസ്റ്റിങ്ഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വി ക്യാൻ നോ വാട്ട് that God is, but we can never know what God is. ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം, പക്ഷേ അതിൻ്റെ മോഡ് ഓഫ് എക്സിസ്റ്റൻസിനെ കുറിച്ച് നമുക്കൊന്നും അറിയാൻ സാധിക്കില്ല എന്നൊക്കെ സെന്റ് തോമസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ എസൻസിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഡിസ്റ്റിങ്ഷനെ കുറിച്ചൊക്കെ അതിൽ സ്കോട്ടസിന് ശരിക്കും സീരിയസ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സാധിക്കത്തില്ല. കാര്യം അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഞാൻ തരാം അതിനെക്കുറിച്ച്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് സ്കോട്ടസിൻ്റെ പ്രൂഫ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് കാണാം. പ്രൂഫ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അപ്പം ഈ നമ്മുടെ അരിസ്റ്റോട്ടിൽ ഹാഡ് എ പ്രൂഫ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. സെന്റ് തോമസ് അത് പിന്നെയും ഡെവലപ്പ് ചെയ്ത് ഈ 5 ways എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടി, പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രമിസസും അതിൻ്റെ ലോജിക്കും എല്ലാം സ്കോട്ടസിന് സ്വീകാര്യമാണ്. അതെല്ലാം സ്കോട്ടസ് അംഗീകരിക്കും. പക്ഷേ അതിൻ്റെ കൺക്ലൂഷനെ കുറിച്ച് സ്കോട്ടസ് അത്ര തൃപ്തനല്ല. എന്ന് പറഞ്ഞാൽ അൺമൂവ്ഡ് മൂവർ. സെന്റ് തോമസിന്റെ ഒരു ആർഗ്യുമെന്റ്, ഒരു വേയുടെ അവസാനം നമ്മൾ എത്തുന്നത് ദി അൺമൂവ്ഡ് മൂവർ, ഗോഡ് ഇസ് ദി അൺമൂവ്ഡ് മൂവർ. അപ്പം അത് വളരെ തിൻ ഡെഫിനേഷൻ ഓഫ് ഗോഡ് ആയിട്ടാണ് സ്കോട്ടസിന് തോന്നുന്നത്.
അപ്പോൾ അവിടെ ശരിക്കും ദൈവത്തിൻ്റെ ആബ്സല്യൂട്ട്ലി യുണീക്ക് ഇൻഫിനിറ്റ് ബീയിങ് എന്നുള്ള ആ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാനായിട്ട് ഈ അക്വൈനസിന്റെ പ്രൂഫ് അപര്യാപ്തമാണെന്നുള്ളതാണ് സ്കോട്ടസിന്റെ ഐഡിയ. അപ്പം അത് വർക്ക് ചെയ്യും, പക്ഷെ അത് അത് പ്രസന്റ് ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചുള്ള പിക്ചർ ടു തിൻ എന്നുള്ളതാണ് സ്കോട്ടസ് പറയുന്നത്. അപ്പം അതുകൊണ്ട് സ്കോട്ടസ് ഹാഡ് ഹിസ് ഓൺ he derived his own way of establishing the existence of God. ഒരു പ്രൂഫ് അദ്ദേഹം തന്നെ കൊണ്ടുവരും. പക്ഷെ ഈ പ്രൂഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഞാൻ അതിൻ്റെ I'll give it to you ആദ്യം എന്താന്നുള്ളത് പറയാം. ഇച്ചിരിയുടെ അബ്സ്ട്രാക്ട് മെറ്റഫിസിക്കൽ ടേംസിലാണ് ശരിക്കും ഇതിന്റെ പ്രമിസ് കൊണ്ടുവരുന്നത്. അപ്പം ഒരു ഫസ്റ്റ് കോസ്, ഒരു ഫസ്റ്റ് ഏജന്റ് ഇസ് ലോജിക്കലി പോസിബിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു ഒബ്ജക്റ്റിനും അതിൻ്റെ എക്സിസ്റ്റൻസിന് ഉള്ള കോസ് അതിൽ തന്നെ ഇല്ല. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ സംതിങ് എൽസ്. അപ്പം അങ്ങനെ അപ്പം നമുക്ക് ഇനിയും അതിൻ്റെ ആ ഒരു കോസൽ ചെയിൻ നമ്മളിങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് പോവുകയാണെങ്കിൽ ദർ ഹാസ് ടു ബി എ ബീയിങ് ഹു ഹാസ് the reason for its own existence in itself എന്നുള്ളൊരു അത് ലോജിക്കലി അങ്ങനെ ഒരു ബീയിങ്ങിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് ലോജിക്കലി പോസിബിൾ. ഓക്കെ, അപ്പം അങ്ങനെ പോസിബിൾ ആയതുകൊണ്ട് ഇനിയാണ് സ്കോട്ടസിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഒരു ആർഗ്യുമെന്റ് വരുന്നത്. പോസിബിൾ ആയതുകൊണ്ട് ഇറ്റ് ഹാസ് ടു ബി ആക്ച്വൽ. വി ഹാവ് അഡ്മിറ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ദെയർഫോർ ബി ആക്ച്വലി എക്സിസ്റ്റന്റ്. കാര്യം നമ്മൾ ഒരു ഫസ്റ്റ് അൺകോസ്റ്റ് കോസിനെ കുറിച്ച് പറയുമ്പം അവിടെ അതിന് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഇന്റലക്റ്റിൽ നമുക്കതിനെ ക്ലിയർ ആയിട്ട് നമുക്കത് ആ ഒരു പോസിബിലിറ്റി നമുക്ക് ലോജിക്കലി അത് വിഷ്വലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനുള്ള ഏക റീസൺ എന്ന് പറയുന്നത് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എക്സിസ്റ്റിംഗ്. ഓക്കെ, അപ്പം ഓൺലി റീസൺ ഗോഡ് ഈസ് പോസിബിൾ ഈസ് ദാറ്റ് ഹി ഈസ് ആക്ച്വൽ എന്നുള്ളതാണ് സ്കോട്ടസ്. ഇതിന് ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ ഇപ്പം പോകുന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഇനിയും വേറെ ഇപ്പം ദൈവത്തിൻ്റെ മറ്റ് ക്വാളിറ്റീസിലേക്ക് പോവുകയാണ്. ഇപ്പം ഇൻഫിനിറ്റി, അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇൻഫിനിറ്റി, ഗാഡ് ഇസ് ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും ഈ പറഞ്ഞ പോലെ ദിസ് ഈസ് എ ലോജിക്കൽ പോസിബിലിറ്റി. ഇങ്ങനെ ഒരു ദൈവം, ഹി ഹാസ് ടു ബി he cannot be limited and therefore he must be infinite. കാരണം to be limited by something is to be caused by that something. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലിമിറ്റ്സും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഹി ഈസ് ഇൻഫിനിറ്റ്. അപ്പോൾ ഈ ഇൻഫിനിറ്റിയെ കുറിച്ച് പറയുന്നത് is a measure of intrinsic excellence that is not finite എന്നാ പറയുന്നത്. ഇപ്പം ദൈവത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു എക്സലൻസ് ഉണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്. ഗോഡ് ഇസ് പവർഫുൾ, ഗോഡ് ഹാസ് സ്ട്രെങ്ത്, ഗോഡ് ഹാസ് ഇൻഫിനിറ്റ് സ്ട്രെങ്ത്. അപ്പം അതിൻ്റെ മാക്സിമത്തിലേക്കാണ് പോകുന്നത്. അപ്പം അത് അപ്പം നമുക്ക് ചുറ്റിനും കാണാവുന്ന എല്ലാ ക്വാളിറ്റീസിൻ്റെയും ഗോഡ് പൊസസ്സസ് ഇറ്റ് ടു ദി ഇൻഫിനിറ്റ് എന്നുള്ളതാണ് സ്കോട്ടസ് പറയുന്നത്. അപ്പോൾ അത് ലോജിക്കലി പോസിബിൾ ആണ്, ദെയർഫോർ ഇറ്റ് ഈസ് ആക്ച്വൽ എന്നുള്ളതാണ് സ്കോട്ടസിൻ്റെ പ്രൂഫ്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ സ്കോട്ടസിന് അതിന് വളരെ ഈ ലോജിക്കൽ ലാംഗ്വേജിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കോട്ടസിൻ്റെ റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. The first cause must be infinite because being perfect, it knows everything knowable. അപ്പോൾ എവറിത്തിങ് നോവബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി ഇൻഫിനിറ്റ്. അപ്പം അങ്ങനെ ഏത് ആസ്പെക്ട് ഓഫ് ഗോഡ് എടുത്താലും നമുക്കതിനെ അതിൻ്റെ മാക്സിമം പെർഫെക്ഷനിലേക്ക്, മാക്സിമം ഇതിൻ്റെ ഇൻഫിനിറ്റിയിലേക്ക് നമുക്ക് അത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പം സ്കോട്ടസിൻ്റെ ഈ ഡിഡക്ഷൻസ് എല്ലാം ഹി ഈസ് ഡിഡ്യൂസിങ് ആക്ച്വാലിറ്റി ഫ്രം പോസിബിലിറ്റി. ഇഫ് ഇറ്റ് ഈസ് ലോജിക്കലി പോസിബിൾ ഇറ്റ് ഹാസ് ടു ബി ആക്ച്വൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഓക്കെ, അപ്പോൾ അതാണ്
സ്കോട്ടസിന്റെ പ്രൂഫ് അപ്പം ഈ സെന്റ് തോമസിന്റെ പ്രൂഫ് ഫോർ ഗോഡ്സ് എക്സിസ്റ്റൻസ്, അതുപോലെ സെന്റ് തോമസിന്റെ വേറെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഇപ്പം നെഗറ്റീവ് തിയോളജി, അനലോജിക്കൽ തിയോളജി, അതിനെക്കുറിച്ച് എന്താണ് ശരിക്കും സ്കോട്ടസ് പറയുന്നത്? ഇപ്പം അക്വൈനസ് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. We do not know what God is, but only that God is. God exists എന്ന് നമുക്കറിയാം, but what mode of existence നമുക്ക് അറിയത്തില്ല. ഇനി we know God by negation, negative theology, what God is not. ഇത് ദൈവമല്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ we got it wrong എന്നുള്ളതാണ് സെന്റ് തോമസ് പറയുന്നത്. പിന്നെ 3ാമത്തെ കാര്യം പറയുന്നത് only by analogy. നമുക്ക് ചുറ്റിനും കാണുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. ദൈവത്തിന്റെ ക്രിയേഷൻ വെച്ച് നമുക്ക് ദൈവത്തെ കാണാം. പക്ഷേ ഇപ്പം മാൻ ഇസ് ഗുഡ്, ഗാഡ് ഇസ് ഗുഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗുഡ്നെസ്സിന്റെ ഒരു വലിയ സ്കെയിൽഡ് അപ്പ് വേർഷൻ അല്ല. ഇറ്റ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം മാൻസ് ഗുഡ്നെസ് എന്നുള്ളതാണ്. ഇപ്പൊ അനാലജിയാണ് ഇറ്റ് ഇസ് സിമിലർ ബട്ട് ഡിസ്റ്റിങ്ക്ട് എന്നുള്ളതാണ് സെന്റ് തോമസ് പറയാം. പക്ഷെ സ്കോട്ടസ് ശരിക്കും ഈ 3 പോയിന്റിനെയും ക്രിട്ടിസൈസ് ചെയ്യാം. അപ്പം സ്കോട്ടസ് ആദ്യത്തെ പോയിന്റിനെ കുറിച്ച് പറയുന്നത്, ഇപ്പം ഓക്കെ, വി നോ ദാറ്റ് ഗോഡ് എക്സിസ്റ്റ്, പക്ഷെ ആ നോളജ് ഇസ് ഇൻകംപ്ലീറ്റ് ബിക്കോസ് എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഇല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിനകത്ത് കാര്യമില്ല. ഇപ്പൊ to say that X exists is to say nothing, അല്ലേ? ഇപ്പൊ എക്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് വേണ്ടേ നമുക്ക്, എങ്കിലല്ലേ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്ത് കാര്യമുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അടുത്ത പോയിന്റ് ഇപ്പൊ നെഗറ്റീവ് നോളജ്. ഇപ്പൊ അതിനെക്കുറിച്ച് സ്കോട്ടസ് പറയുന്നത് ഇറ്റ് ഇസ് വർത്ത്ലെസ് അൺലെസ് ബേസ്ഡ് ഓൺ പോസിറ്റീവ് നോളജ്. ഇപ്പൊ നമുക്ക് ദൈവം ഒരു സ്റ്റോൺ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ദൈവത്തെക്കുറിച്ച് ഒരു ഇൻസൈറ്റും കിട്ടുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം നത്തിങ്നെസ് ഇസ് നോട്ട് സ്റ്റോൺ. അപ്പൊ അതും നത്തിങ്നെസ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഇൻസൈറ്റ് ഒന്നും അവിടെ ഇല്ല. അതുപോലെ അനാലജിയെ കുറിച്ച് സ്കോട്ടസ് പറയുന്നത് ശരിക്കും അനാലജിക്ക് പകരം ഹീസ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ കോൺസെപ്റ്റ്, ആൻഡ് ദാറ്റ് ഇസ് യൂണിവേഴ്സിറ്റി. UNIVOCITY. യൂണിവോക്കൽ കോൺസെപ്റ്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ മാൻ ഇസ് ഗുഡ്, ഗാഡ് ഇസ് ഗുഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇത് സെയിം ഗുഡ്നെസ് ആണ്. അവിടെ ദൈവത്തിന്റെ ഗുഡ്നെസ് ഇതിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് അല്ല. ഓക്കെ, പക്ഷെ ദിസ് ഗുഡ്നെസ് ടേക്കൺ ടു ഇൻഫിനിറ്റി, പക്ഷെ ഇറ്റ് ഇസ് എ സെയിം ഗുഡ്നെസ്. അപ്പൊ അത് നമുക്ക് ആ സെയിം ടേം തന്നെ ഉപയോഗിക്കാം. ഒരേ കാര്യത്തെ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അക്വൈനസിന് ഇതിന് ആൻസേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഫോർ ദ ടൈം ബീങ് നമ്മൾ ആ ഡിബേറ്റിലേക്ക് പോകുന്നില്ല. ഓക്കെ, അതുപോലെ ഈ ക്രിയേഷനെ കുറിച്ച് സ്കോട്ടസിന് ചില ഇൻസൈറ്റ്സ് ഉണ്ട്. അപ്പം ഇവിടെ ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ് രണ്ടുപേരും വിശ്വസിക്കുന്നത് the universe has been created by God in time. Time is also created by God. സ്കോട്ടസ് പക്ഷേ അതിനൊരു കുറച്ചുകൂടെ ഒരു റാഡിക്കൽ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ of all logically possible universes, God chose to create this universe. That is an act of God's will. Okay, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ദൈവം ഈ യൂണിവേഴ്സിനെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അത് ദൈവത്തിന്റെ ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലോജിക്കൽ ഒരു തോട്ടിൽ നിന്നല്ല, ഒത്തിരി പോസിബിലിറ്റീസിൽ നിന്ന് ദൈവം അവിടെ അഗെയിൻ പ്രൈമസി ഓഫ് ദ വില്ലിലേക്കാണ് അത് പോകുന്നത്. ദൈവത്തിന്റെ വില്ലിൽ ദൈവം ഇങ്ങനെ തീരുമാനിച്ചതുകൊണ്ട് ഈ യൂണിവേഴ്സ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അത് അപ്പൊ അവിടെ അഗെയിൻ ഇതിന്റെ ഡിഫറൻസസ് ആർ സട്ടിൽ. അപ്പൊ ഇദ്ദേഹത്തെ ഡൺ സ്കോട്ടസിനെ വിളിക്കുന്നത് ദ സട്ടിൽ ഡോക്ടർ എന്നാണ്. സട്ടിൽ ഡോക്ടർ. ഹി ഈസ് നോട്ട് പ്രൊക്ലെയിംഡ് എ ഡോക്ടർ ഓഫ് ദ ചർച്ച്. പക്ഷേ ഈ സ്കോളാസ്റ്റിക് പീരീഡിലെ പലരെയും ഇങ്ങനെ നമ്മൾ ഡോക്ടർ എന്നുള്ള പേര് ചേർത്ത് വിളിക്കാറുണ്ട്. ഈസ് കോൾഡ് ദ സട്ടിൽ ഡോക്ടർ. അപ്പൊ ഇങ്ങനെ സട്ടിൽ ഡിഫറൻസസ് ഒക്കെ അദ്ദേഹം വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ചുള്ള എക്സ്പോസിഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഡിഫറൻസ് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ ക്രിയേഷന്റെ അക്കൗണ്ടിനെ കുറിച്ചുള്ള ഈ ഒരു ചിന്തയിൽ വരുന്ന ഡിഫറൻസ് കാരണം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എത്തിക്സിലേക്ക് വരുമ്പോഴത്തേക്കും, ഇപ്പം 10 കമാൻഡ്മെന്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും, ഓൺ മൊറാലിറ്റി,
എന്താണ് സ്കോട്ടസ് പറയുന്നത്? The first 3 commandments അത് ആർ ഇറ്റേണൽ, അത് അൺചേഞ്ചബിൾ ട്രൂത്താണ്, അത് ദൈവത്തിൽ അത് ഇൻട്രിൻസിക് ആയിട്ടുള്ള ട്രൂത്താണ്. പക്ഷെ അടുത്ത 7 could have been different. ദൈവം ഈ യൂണിവേഴ്സിനെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ 7 ഇങ്ങനെ വന്നിരിക്കുന്നത്. വേറൊരു യൂണിവേഴ്സ് ദൈവത്തിന് വേറൊരു രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ദൈവത്തിന് അവിടെ വേണമെങ്കിൽ മേർഡർ ഒരു നല്ല കാര്യമാക്കാം, അല്ലെങ്കിൽ അഡൾട്ടറി ഒരു നല്ല കാര്യമാക്കാം. ഓക്കെ, അവിടെ അഗെയിൻ പ്രൈമസി ഓഫ് ദ വില്ലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കിനിയും ഇവിടെ ഒരു കാര്യവും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിൽ പിന്നെ വേറെ അപ്പീലൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് സ്കോട്ടസ് ഇങ്ങനെ എഴുതുന്നുണ്ട്. 7 commandments എന്ന് പറയുന്നത് ശരിക്കും ആർബിട്രറി ആയിട്ട് ദൈവം തോന്നിയ പോലെ തരികയല്ല, അങ്ങനല്ല. ദേ ആർ പ്രോപ്പർ ആൻഡ് റൈറ്റ്. പക്ഷേ വിത്തിൻ ദ പാരാമീറ്റേഴ്സ് ഓഫ് ദിസ് യൂണിവേഴ്സ്, അല്ല നമ്മളിപ്പം ജീവിക്കുന്ന ഈ ഒരു ലോകത്തിൻ്റെ ഫ്രെയിംവർക്കിൽ അത് റൈറ്റ് ആണ്. പക്ഷെ അത് ആബ്സല്യൂട്ട് ആൻഡ് അൺചേഞ്ചബിൾ ആണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കണമെന്നില്ല എന്നുള്ളതാണ് സ്കോട്ടസ് പറയുന്നത്. ഇതൊരു പ്ലേറ്റോയുടെ ഒരു റൈറ്റിംഗ് ഉണ്ട്, ഒരു ഡയലോഗ് ഉണ്ട്, യൂത്തിഫ്രോ എന്ന് പറയും. യൂത്തിഫ്രോയിൽ ശരിക്കും സോക്രട്ടീസ് യൂത്തിഫ്രോയോട് ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം നല്ലതായിരിക്കുന്നത് അത് ആക്ച്വലി നല്ലതായതുകൊണ്ടാണോ അതോ ഈ ദൈവം അതിനെ നല്ലതെന്ന് വിളിക്കുന്നതുകൊണ്ടാണോ? അത് വെദർ ഇറ്റ് ഇസ് ആക്ച്വലി ഗുഡ് ഓർ ബിക്കോസ് ദ ഗോഡ്സ് കോൾ ഇറ്റ് ഗുഡ്. യൂത്തിഫ്രോ പറയുന്നത് ബിക്കോസ് ദ ഗോഡ്സ് കോൾ ഇറ്റ് ഗുഡ്. ദേവന്മാർ അതിനെ നല്ലതെന്ന് വിളിക്കുന്നതുകൊണ്ടാണ് അത് ആക്ച്വലി അത് നല്ലതാകുന്നത്. അത് ആക്ച്വലി അതിന് അങ്ങനെ ഒരു ഇൻട്രിൻസിക് നന്മയില്ല. പക്ഷെ സോക്രട്ടീസ് അതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. സോക്രട്ടീസ് പറയുന്നത് അതിന് ഒരു ഇൻട്രിൻസിക് നന്മ ഉണ്ടെന്നാണ് സോക്രട്ടീസ് പറയുന്നത്. പക്ഷെ ഇതിപ്പം നമ്മൾ യൂത്തിഫ്രോയുടെ ഐഡിയയിലേക്ക് ഒരു ചെറിയൊരു സ്ലൈഡ് നമുക്ക് സ്കോട്ടസിന്റെ റൈറ്റിംഗ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഡൺ സ്കോട്ടസ് ഈസ് നോട്ട് എ ഹെററ്റിക് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇത് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഇങ്ങനെ ചില ഐഡിയാസിൽ പ്രോബ്ലമാറ്റിക് ഐഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ ഹെററ്റിക്. ഡൺ സ്കോട്ടസിന്റെ റൈറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ചില ഡോഗ്മാറ്റിക് ട്രൂത്ത്സിൽ, ഇപ്പം ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അന്ന് അത് ഡോഗ്മയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ സ്കോട്ടസ് ശരിക്കും അതിനുവേണ്ടി വാദിച്ചു. ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് ദ ബ്ലസ്സഡ് മദർ. അക്വൈനസ് ശരിക്കും ഹി വാസ് ഓൺ ദി അതർ ക്യാമ്പ്. അക്വൈനസ് ശരിക്കും അതിനോട് യോജിച്ചിരുന്നില്ല. ഓക്കെ, പക്ഷെ അന്ന് ഇറ്റ് വാസ് സ്റ്റിൽ എ ഡിബേറ്റഡ് ഇഷ്യൂ. ഓക്കെ, പക്ഷെ ചില കാര്യങ്ങളിൽ സ്കോട്ടസിന് പിഴവുകൾ പറ്റിയിട്ടുണ്ട്. അത് ഇപ്പം ഈ പറഞ്ഞാൽ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ്റെ കാര്യത്തിൽ അക്വൈനസിൻ്റെ പൊസിഷൻ അല്ല ചർച്ച അവസാനം എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഒരാളെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, ടു ഫോളോ ദ ചേർച്ച്. പക്ഷേ ദിസ് ആർ ദ ഗ്രേറ്റ് ഡിബേറ്റ്സ്. പക്ഷേ ഈ സ്കോട്ടസിൻ്റെ ഐഡിയാസിൻ്റെ അതിനെ വേറൊരു എക്സ്ട്രീമിലേക്ക് ഇനിയും അടുത്ത ചില ഫിലോസഫേഴ്സ് കൊണ്ടുപോകും. ആൻഡ് ദാറ്റ് വിൽ പ്രൂവ് ഫേറ്റൽ. ആക്ച്വലി അതിൻ്റെ കോൺസിക്വൻസസ് ശരിക്കും വളരെ ഭീകരമാണ്. അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ശരിക്കും ഈ അടുത്ത സെഞ്ചുറിയിലേക്ക് അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ഇൻട്രഡക്ഷൻ പറയുന്നത് നല്ലതായിരിക്കും. 14th century. അപ്പം ശരിക്കും ഈ യൂറോപ്യൻ ക്രിസൻഡം, നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ കുറച്ച് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യൂറോപ്യൻ ക്രിസൻഡം ശരിക്കും അതിനൊരു യൂണിറ്റി ഉണ്ട്. ആൻഡ് ദാറ്റ് യൂണിറ്റി ഈസ് എ കാത്തലിക് ഫെയ്ത്ത്, ഇറ്റ്സ് എ കാത്തലിക് ചർച്ച് ആക്ച്വലി. പക്ഷേ ആ യൂണിറ്റി ഈസ് ഗെറ്റിംഗ് സീരിയസ്ലി ചാലഞ്ച്ഡ് ഇൻ ദ 14th century. ശരിക്കും അത് അടുത്ത 15th 16th ഒക്കെ ആകുമ്പോഴത്തേക്കും അത് ടോട്ടലി ക്രിസൻഡം കൊളാപ്സ് ചെയ്യും. ശരി, അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും ഈ ഒരു ഇതിലേക്ക് ലീഡ് ചെയ്തത്? 14th ശരിക്കും ഒരു ഡിസിൻറ്റഗ്രേഷൻ്റെ സെഞ്ചുറി ആയിരുന്നു പറയുന്നത്. എല്ലാ ഏരിയയിലും നമുക്ക് ക്രൈസിസ് ഉണ്ട്. വി ആർ ടോക്കിംഗ് അബൌട്ട് യൂറോപ്പ് കേട്ടോ. ചേർച്ചിൻ്റെ പവറിൽ ഒത്തിരി അതൊത്തിരി എഫക്റ്റഡ് ആകുന്നുണ്ട് ശരിക്കും ഈ ഒരു സെഞ്ചുറിയിൽ. ഈ വെസ്റ്റേൺ സിസം എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിഞ്ഞോൺ പേപ്പസി
അതെല്ലാം ഈ സമയത്താണ് ഉണ്ടാകുന്നത്. ശരിക്കും ഫ്രാൻസിലെ രാജാവ് പോപ്പ് ബോണിഫസ് ദി എയ്ത്തുമായിട്ടൊരു തർക്കം ഉണ്ടാവുകയും അദ്ദേഹം പോപ്പിനെ ഇംപ്രിസൺ ചെയ്ത് ഫ്രാൻസിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് പോപ്പ് മരിക്കുന്നത്. അതിനുശേഷം വരുന്ന പോപ്പ് ശരിക്കും is held in control by the French crown. ഫിലിപ്പ് ദ ഫോർത്ത് എന്ന് പറയുന്ന രാജാവാണ് ശരിക്കും. അപ്പം അങ്ങനെ ഈ പേപ്പൽ ഓഫീസ് ശരിക്കും ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഷിഫ്റ്റഡ് ടു ഫ്രാൻസ്, അവിഞ്ഞോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറും. 70 വർഷത്തേക്ക് പോപ്പ് അവിടെയായിരുന്നു. 70 വർഷത്തേക്ക് ഇപ്പോൾ ഫ്രഞ്ച് ക്രൗണിൻ്റെ കൺട്രോളിലാണ് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നത്. അതൊരു ആ സമയം ശരിക്കും ഒത്തിരി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സമയമാണ്. അതിനുശേഷമാണ് ശരിക്കും അന്നത്തെ പോപ്പ് തിരിച്ചു വരുന്നത്. പോപ്പ് ഗ്രെഗറി ദി 11th പിന്നെ തിരിച്ച് വാറ്റിക്കനിലേക്ക് വരികയും അത് അവിടെ വെച്ച് അദ്ദേഹം വീണ്ടും മരണപ്പെടുകയും പിന്നെ പുതിയൊരു പോപ്പിനെ എലക്ട് ചെയ്യും. പക്ഷേ അവിടെ കഴിഞ്ഞ് അത് ഇങ്ങനെ പല ക്യാമ്പ്സ് ഉണ്ട്. ആദ്യം എലക്ട് ചെയ്ത പോപ്പിന് എതിരെ വീണ്ടും ഒരു കൗൺസിൽ കൂടി വീണ്ടും വേറൊരു പോപ്പിനെ എലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ 2 പോപ്പുമാർ ഒരു സമയത്തുണ്ടാകും. അത് പിന്നെ നീണ്ടുപോയി. പിന്നെ ഒരു സമയത്ത് 3 പോപ്പുമാർ. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഒത്തിരി അങ്ങ് മെസ്ഡപ്പായി. എന്നിട്ട് അത് ശരിക്കും 15th century 1414 കൗൺസിൽ ഓഫ് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടി. ഈ ഇഷ്യൂ ശരിക്കും ഇറ്റ് ഈസ് ഗെറ്റിംഗ് സെറ്റിൽഡ് ദെയർ. അവിടെ ഈ 3 പോപ്പുമാരും അവർ 2 പേര് റിസൈൻ ചെയ്യും, ഒരാളെ മാറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് പുതിയ പോപ്പിനെ എലക്ട് ചെയ്ത് അങ്ങനെ അതങ്ങ് സെറ്റിൽ ചെയ്യും, ആ പ്രോബ്ലം സെറ്റിൽ ചെയ്യും. പക്ഷേ അതിൻ്റെ റിപ്പർക്കഷൻസ് പിന്നെ നീണ്ടു നിൽക്കും. അപ്പോൾ അവിടെ ശരിക്കും ഈ പേപ്പൽ അതോറിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പോപ്പും സെക്കുലർ റൂളേഴ്സുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒത്തിരി പുതിയ ഐഡിയാസ് എല്ലാം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരും. എനിവേ, അപ്പോൾ അത് ഒരു ഇഷ്യൂ. ഇപ്പോൾ പേപ്പസിയുടെ റോള് ശരിക്കും ഇറ്റ് ഈസ് ഗെറ്റിംഗ് സീരിയസ്ലി ക്വസ്റ്റ്യൻഡ്, അല്ലെങ്കിൽ അതിൻ്റെ സുപ്രീമസിയും അതോറിറ്റിയും എല്ലാം ഇറ്റ്സ് ഗെറ്റിംഗ് സീരിയസ്ലി ക്വസ്റ്റ്യൻഡ്. വേറൊരു വലിയ ഇഷ്യൂ ഇസ് ബ്ലാക്ക് ഡെത്ത്, പ്ലേഗ്, യൂറോപ്യൻ പ്ലേഗ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻഡമിക്കിലൂടെ കടന്നു പോവുകയാണ്. ശരിക്കും യൂറോപ്പിൽ ബൈ ദ മിഡിൽ ഓഫ് 14th century ഇങ്ങനെ ഒരു ബിബോണിക് പ്ലേഗ് എന്ന് പറയുന്ന ഒരു അസുഖം സെറ്റിൻ ചെയ്യുകയാണ്. ആൻഡ് 1/3 ഓഫ് ദ പോപ്പുലേഷൻ ഇസ് ഗെറ്റിംഗ് വൈപ്ഡ് ഔട്ട്. അതിനു മുമ്പ് തന്നെ ഈ ഒരു പോപ്പുലേഷൻ ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ശരിക്കും ഒരു മിനി ഐസ് ഏജ് ഒക്കെ ഉണ്ടാകും. അപ്പം ഈ ടെമ്പറേച്ചേഴ്സ് എല്ലായിടത്തും കുറയും, അപ്പം ഫാമിൻ ഉണ്ടാകും. അതിൽ നിന്ന് തന്നെ ജനം ഒത്തിരി ബുദ്ധിമുട്ടിലാണ്. അപ്പം ഇങ്ങനെ ഈ ജനം ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം റൂളേഴ്സും അതുപോലെ തന്നെ സെക്യുലർ ആസ് വെൽ ആസ് എക്ലീസിയാസ്റ്റിക്കൽ അതോറിറ്റീസ് അവർ ശരിക്കും ഈ പ്രശ്നങ്ങളെ ഐഡിയൽ ആയിട്ടുള്ള രീതിയിലല്ല ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അതോറിറ്റീസിനെ കുറിച്ചും ഈ റൂളേഴ്സിനെ കുറിച്ചുമൊക്കെയുള്ള പുതിയ തിയറീസൊക്കെ ഇങ്ങനെ ഈ ഫിലോസഫേഴ്സും ഇൻ്റലക്ച്വൽസും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങും. അതുപോലെ ഈ പുതിയ നാഷണലിസം ഒക്കെ വരികയാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ക്രിസ്ത്യൻഡത്തിന് ഒരു യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ നേഷൻസിനെ കുറിച്ച് അങ്ങനെ ഒരു നാഷണൽ സ്പിരിറ്റ് ഒക്കെ കുറച്ചുകൂടെ അതിനേക്കാളും ഉയർന്നു നിൽക്കും ശരിക്കും ദ ക്രിസ്ത്യൻ സെൻസ് ഓഫ് യൂണിറ്റി. പക്ഷേ ഇവിടെ വീണ്ടും ഈ നാഷണലിസ്റ്റിക് സെന്റിമെന്റ്സ് ഒക്കെ ഒത്തിരി കൂടി വരും. അങ്ങനെ ക്രിസ്ത്യൻഡത്തിൻ്റെ യൂണിറ്റി ഗെറ്റ്സ് എഫക്റ്റഡ്. ഇപ്പം എല്ലായിടത്തും ഒരുതരം പെസിമിസം, ഒരുതരം സിനിസിസം, ഒരു സ്കെപ്റ്റിസിസം ഒക്കെ അങ്ങ് ഒത്തിരി വളരും. അപ്പോൾ ഇത് ശരിക്കും നേരത്തെ നമ്മൾ ഫാൾ ഓഫ് റോമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റോമൻ എംപയർ, റോമൻ സിവിലൈസേഷൻ്റെ അന്ത്യത്തിലേക്ക് പോയത് ഒരു 4ാം നൂറ്റാണ്ട് 5ാം നൂറ്റാണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് സെൻറ്റ് അഗസ്റ്റിൻ ജീവിച്ചിരുന്ന സമയമാണ്. സെൻറ്റ് അഗസ്റ്റിൻ എന്നിട്ട് അതിനെ he responded to it by writing the city of God. പക്ഷേ ഈ സമയത്ത് അങ്ങനെ സെൻറ്റ് അഗസ്റ്റിനെ പോലെ വീണ്ടും സിവിലൈസേഷനെ ഒന്നിച്ചു നിർത്താനും റീബിൽഡ് ചെയ്യാനും ഒക്കെ അങ്ങനത്തെ വ്യക്തിത്വങ്ങൾ ഉയർന്നു വന്നില്ല ശരിക്കും. അപ്പോൾ ഈ ഇപ്പം ഉണ്ടായ ഒരു ഡിസിൻറ്റഗ്രേഷൻ ഫിലോസഫിയിലും വന്നു. അപ്പോൾ അതിങ്ങനെ പല ഗ്രൂപ്പ്സായിട്ട് ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പം തോമസ് ഒരു ഗ്രൂപ്പാകുന്നു, ഈ ഡൺ സ്കോട്ടസിൻ്റെ ഫോളോവേഴ്സ്, സ്കോട്ടിസ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ്. അതുപോലെ ഇനി നമ്മൾ കാണാൻ പോകുന്ന വേറൊരു പ്രധാനപ്പെട്ട ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് വേറൊരു ഗ്രൂപ്പ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ദേവർ അറ്റാക്കിങ് ഈച്ച് അതർ ബിറ്റർലി.
അപ്പോൾ അവിടെ ഒരു സിന്തസിസിനേക്കാളും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈലി ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എൻവയൺമെൻ്റ് ആണ് പിന്നെ വരുന്നത്. വേറൊരു ചേഞ്ച് ഈ 14th സെഞ്ചുറി വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരീസും ഓക്സ്ഫോർഡും ആയിരുന്നു ശരിക്കും ഏർലിയസ്റ്റ് യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ അവിടെയാണ് സ്കോളാസ്റ്റിക് ഫിലോസഫി ഡെവലപ്പ് ചെയ്യുന്നത്. ഇവരെല്ലാം ഈ അക്കഡമിഷ്യൻസ് ആയിരുന്നുകൊണ്ടാണ് ഈ ഇവരുടെ ഈ സ്കൂൾ ഓഫ് തോട്ടിനെ സ്കോളാസ്റ്റിസിസം എന്ന് പറയുന്നത് തന്നെ. ആദ്യം ഇതിൽ ഇപ്പം പാരീസിലും ഓക്സ്ഫോർഡും നോക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ് ആയിരുന്നു ശരിക്കും ദ ഫോർ റണ്ണർ. അതിൻ്റെ ഇച്ചിരൂടെ ഉയർന്നു നിന്നിരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ് ആയിരുന്നു. കാര്യം ഈ ഗ്രേറ്റ് ഇൻ്റലക്ച്വൽസ് കൂടുതൽ വരും അവിടെ നിന്നാണ്. ഇപ്പം സെൻറ്റ് തോമസ് അക്വൈനസ് ഒക്കെ അവിടെ നിന്നാണ്, സെൻറ്റ് ബോണവെഞ്ചർ അവിടെ നിന്നാണ്. പക്ഷേ ഈ അതിനിടയ്ക്ക് വേറൊരു പ്രശ്നം പറ്റുന്നത് വെച്ചാൽ സംതിങ് കോൾഡ് 100 Years War. അത് ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ അവരുടെ ഈ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വന്നിട്ട് ഗാസ്കണി എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഒരു യുദ്ധം തുടങ്ങും. അത് 100 വർഷത്തേക്ക് നീണ്ടു നിൽക്കും. അത് ഈ 1300s സ്റ്റാർട്ട് ചെയ്യുന്നത്, 1330s സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ എക്സ്ചേഞ്ച് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ഐഡിയാസ് ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട് അത് സഫർ ചെയ്യും ശരിക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വൈബ്രൻറ്റ് ഇൻ്റലക്ച്വൽ എൻവയൺമെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. എന്ന് മാത്രമല്ല ഓക്സ്ഫോർഡിന് കുറച്ചുകൂടെ പ്രോമിനൻസ് വരികയാണ് ഈ സമയത്ത്. കുറച്ചുകൂടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഓക്സ്ഫോർഡ് ബേസ് ചെയ്തിട്ടാണ് ഇനിയും വരാൻ പോകുന്നത്. പാരീസിൽ ഇല്ലെന്നല്ല, പക്ഷേ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് ഗെയിൻസ് മോർ പ്രോമിനൻസ്. വേറൊരു വ്യത്യാസം സംഭവിക്കുന്നത് വെച്ചാൽ ഫിലോസഫി ഈ അക്കാഡമിക് ലോകത്തിൽ നിന്നും കുറച്ചുകൂടെ സാധാരണക്കാരിലേക്ക് റീച്ച് ചെയ്യുകയാണ് ഫിലോസഫിയും മറ്റ് ഏരിയാസ് ഓഫ് നോളജ് എല്ലാം. കാര്യം പീപ്പിൾ സ്റ്റാർട്ട് റൈറ്റിംഗ് ഇൻ ദ വെർനാക്കുലർ. ലാറ്റിൻ അറിയണമെന്നില്ല. അപ്പം മറ്റ് ഭാഷകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാനും ചില വർക്ക്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പം ശരിക്കും യൂണിവേഴ്സിറ്റി ഓഫ് പ്രാഗ് ഒക്കെ ശരിക്കും ഈ 14th സെഞ്ചുറിയുടെ അവസാനത്തോടെ അവരും അതൊക്കെ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുകയാണ് ശരിക്കും ഈ 14th സെഞ്ചുറിയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ വേണം നമ്മൾ 14th സെഞ്ചുറിയിൽ ഫിലോസോഫിക്കൽ ഡെവലപ്മെൻറ്റ്സിനെയൊക്കെ കാണാനായിട്ട്. അപ്പം 14th സെഞ്ചുറിയിലെ പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചോദിക്കാം. നിങ്ങൾക്ക് വീഡിയോയിലോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്തോ ചോദിക്കാം. യൂട്യൂബിൽ ഞാൻ കാണുന്നില്ല. അപ്പം അലക്സ് യൂട്യൂബ് ഒന്ന് നോക്കി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഓക്കെ. ചേട്ടാ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസ് നെഗറ്റീവ് തിയോളജി വാട്ട് ഈസ് കോൾഡ് അപ്പഫാറ്റിക് തിയോളജി? അപ്പഫാറ്റിക്, അതെ അതെ അതെ, അപ്പഫാറ്റിക്, അതെ അതെ. യാ, അപ്പഫാറ്റിക് എന്ന് പറയും. അപ്പം അത് ശരിക്കും ഇന്ത്യൻ ഫിലോസഫിയിലും ഉണ്ടല്ലോ. നെയ്തി ഇപ്പം ദൈവത്തെ നമുക്ക് അതല്ല ഇതല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ സെൻറ്റ് തോമസിൻ്റെ ഈ നെഗറ്റീവ് തിയോളജി എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ നുവാൻസ്ഡ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ദൈവത്തെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷേ ദൈവത്തിൻ്റെ മോഡ് ഓഫ് എക്സിസ്റ്റൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇസ് എൻറ്റയർലി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം അവേഴ്സ് എന്നുള്ളതാണ്.
വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ചേട്ടാ, ചാറ്റ് വന്നിട്ടുണ്ട്. They say we were made from the Big Bang theory and not necessarily one creator in the beginning. Yeah, Big Bang theory ആണ് ഇപ്പം the beginning of universe-നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പം ഏറ്റവും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി ശരിക്കും. പക്ഷേ ബിഗ് ബാങ് തിയറി അത് നോട്ട് നെസസറിലി വൺ ക്രിയേറ്റർ, ആക്ച്വലി ഇറ്റ് പോയിന്റ്സ് ടു എ ക്രിയേറ്റർ. ബിഗ് ബാങ് തിയറി എന്നുള്ള പേര് തന്നെ, ബിഗ് ബാങ് തിയറി ആദ്യം പ്രപ്പോസ് ചെയ്തത് ഒരു കാത്തലിക് പ്രീസ്റ്റാണ്, ജോർജ് ലെമൈട്ര എന്ന് പറയുന്ന ഒരു ബെൽജിയൻ കാത്തലിക് പ്രീസ്റ്റാണ്. അദ്ദേഹം ഈ തിയറി പറയുമ്പോഴത്തേക്കും ഇപ്പം ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഈ ഇപ്പം ആൻറ്റി ക്രിസ്ത്യൻ അല്ലെങ്കിൽ ചില എത്തീസ്റ്റിക് ആയിട്ടുള്ള ഫിലോസഫേഴ്സും സയൻറ്റിസ്റ്റും എല്ലാം they held a view that the universe is eternal. അവർക്ക് ഈ യൂണിവേഴ്സിന് ഒരു ബിഗിനിങ് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഇവർക്കെല്ലാം മടിയായിരുന്നു ശരിക്കും. കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അത് ഇറ്റ് വിൽ മാച്ച് വിത്ത് ദി ബിബ്ലിക്കൽ അക്കൗണ്ട് ഓഫ് ക്രിയേഷൻ. ദൈവം ഒരു പോയിന്റ് ഓഫ് ബിഗിനിങ് ഉണ്ടായിരുന്നു പറയുമ്പോഴത്തേക്കും ദൈവം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ആ ഇതുമായിട്ട് ശരിക്കും നമുക്ക് കറസ്പോണ്ട് ചെയ്തു വരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബാങ് തിയറി എന്നുള്ള പേര് തന്നെ ഇതിനെ കളിയാക്കി ഇട്ടൊരു പേരാണ് ശരിക്കും. ജോർജ് ലെമൈട്ര ഈ തിയറിയായിട്ട് വന്നപ്പോഴത്തേക്കും ഇതിനെ മോക്ക് ചെയ്തവർ വിളിച്ച പേരാണ് ബിഗ് ബാങ് തിയറി എന്നുള്ളത്. പക്ഷെ പിന്നെ ലേറ്റർ ഹബിൾ ടെലസ്കോപ്പിൻ്റെ ഒബ്സർവേഷൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കും, റെഡ് ഷിഫ്റ്റ് ഒക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഇതെല്ലാം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടു. ഇപ്പം യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബിഗിൻ ഫ്രം സംവെയർ, സിംഗുലാരിറ്റി. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കാണണം അങ്ങനെ ഒരു ഇവൻ്റ് നടന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ ദേ ഫൗണ്ട് ട്രേസസ്, ഈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി. അപ്പം അതൊക്കെയാണ് അതിൻ്റെ കഥ. ആക്ച്വലി അത് ശരിക്കും ക്രിയേഷൻ അക്കൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഫ്രെഡ് ഹോയിലാണ് ശരിക്കും ഈ ബിഗ് ബാങ് തിയറി എന്നുള്ള ടേം കൊണ്ടുവരുന്നത്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ മൾട്ടിവേഴ്സും അങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള ഈ തിയററ്റിക്കൽ ഫിസിക്സിലേക്ക് വരുമ്പം ഇവിടെ നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ മെറ്റഫിസിക്സും ഫെയ്ത്തും ഒക്കെ അതിനെ കുറേ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് ഡെഫിനറ്റ്ലി അവരുടെ ഈ തിയറീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാര്യം ദീസ് ആർ സ്പെക്കുലേറ്റീവ് തിയറീസ്. അതിന് നമുക്ക് ഇപ്പം മൾട്ടിവേഴ്സിനൊന്നും നമുക്കൊന്നും ഒബ്സർവ് ചെയ്ത് ഒരു ഡേറ്റയും കാണിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് പ്യൂർലി സ്പെക്കുലേറ്റീവ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഫാദർ റോബർട്ട് സ്പിറ്റ്സർ എന്ന് പറയുന്ന ഒരു ജെസ്വിറ്റ് പ്രീസ്റ്റ്, ഫാദർ റോബർട്ട് സ്പിറ്റ്സർ, അദ്ദേഹം എഴുതിയിട്ടുള്ള ന്യൂ പ്രൂഫ്സ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നൊരു ബുക്കുണ്ട്. അത് ഇച്ചിരി ഡെൻസ് ആണ്, ഇച്ചിരി ഹെവിയാണ്. പക്ഷെ അതിനകത്ത് ഈ ഫിസിക്സിൽ വന്നിട്ടുള്ള ഇങ്ങനെയുള്ള കോസ്മോളജിയിലൊക്കെ വന്നിട്ടുള്ള പുതിയ ഡിസ്കവറീസ് എങ്ങനെ ഹൗ ഇറ്റ് പോയിന്റ്സ് ടു എ ക്രിയേറ്റർ ഗോഡ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ചില ടോക്കുകളൊക്കെ ഉണ്ട്, യൂട്യൂബിലുണ്ട്. ഇതിന് ഒത്തിരി ഡിബേറ്റ്സും ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് ഇത് ശരിക്കും. Father Robert Spitzer would be a good place to start. മറ്റെന്തെങ്കിലും? ഇല്ല ചേട്ടാ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ 14th സെഞ്ച്വറിയെ കുറിച്ച് പറയാറ്. 14th സെഞ്ച്വറിയിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രോബ്ലം, നമ്മൾ ഫെയ്ത്ത് ആൻഡ് റീസണിൻ്റെ മാരേജിനെ കുറിച്ച് പറഞ്ഞു. ഫെയ്ത്ത് ആൻഡ് റീസണിൻ്റെ മാരേജ് മാത്രമല്ല,
marriage of theology and philosophy, the marriage of the supernatural and the natural. ഇത് ശരിക്കും ക്രിസ്ത്യാനിറ്റിയുടെ വളരെ സെൻട്രൽ ആയിട്ടുള്ള ഒരു തീമാണ്. ബിക്കോസ് ഓഫ് ദി ഇൻകാർണേഷൻ. ഇൻകാർണേഷൻ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഹെവൻ ഇസ് മീറ്റിംഗ് എർത്ത്. ഇപ്പം ഗാഡ് ഇസ് ബിക്കമിങ് മാൻ. ഇപ്പം ഇവിടെ എല്ലാം ഈ മാരേജ് മെറ്റഫോറാണ് വരുന്നത്. അപ്പം അത് ഇങ്ങനെയുള്ള പല മാരേജസ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നത്. പക്ഷേ ഈ 14th century ഇതൊരു ഡിവോഴ്സിലേക്ക് പോവാണ്. ഡിവോഴ്സിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിലെ മെയിൻ സ്ട്രീം സ്കോളേഴ്സിനിടയിൽ കേട്ടോ, ഇത് ആക്ച്വലി ഡിവോഴ്സ്ഡ് ആവുകയല്ല. ദൈവം അത് അങ്ങനെ ചെയ്തെങ്കിൽ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ദ മാരേജ് ഓൾവേസ് സ്റ്റാൻഡ്സ്. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻസൈറ്റ്സ് നഷ്ടപ്പെടുകയാണ് ശരിക്കും. ഇത് ക്രിസ്ത്യാനിറ്റി ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാണ്. ജസ്റ്റിൻ മാർട്ടിൻ്റെ ഒക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ജസ്റ്റിൻ മാർട്ടിൻ എങ്ങനെ ഗ്രീക്ക് ഫിലോസഫിയും ക്രിസ്ത്യൻ റെവലേഷനും കൂടെ ഹാർമണൈസ് ചെയ്തു. അത് ശരിക്കും അന്ന് തൊട്ട് അഗസ്റ്റിനിലൂടെ പിന്നെ മറ്റ് പല ഫാദേഴ്സ് അത് ചാൻസലും അവരിലൂടെ എല്ലാം വന്ന് അവസാനം അക്വൈനസിലാണ് ശരിക്കും അതിൻ്റെ ഒരു പീക്ക് എന്നാണ് തോമസ് ഒക്കെ പറയുന്നത്. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും അതുവരെ ഇറ്റ് ഹാഡ് എ വെരി ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വിതിൻ ദ ക്രിസ്ത്യൻ വേൾഡ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇനി അതൊരു ഡിവോഴ്സിലേക്ക് പോവുകയാണ്. എന്താണ് ഈ ഡിവോഴ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒരു ഫിഗറിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വേറൊരാളെ ഒന്ന് പരിചയപ്പെടാനുണ്ട്. ഹിസ് നെയിം ഇസ് മാർസിലിയസ് ഓഫ് പാദുവ. മാർസിലിയസ് ശരിക്കും he was a rector of the University of Paris. ഇവരുടെ എല്ലാം മരണത്തിന് ശേഷം, സെൻറ്റ് തോമസിൻ്റെയും സെൻറ്റ് ബോണവെഞ്ചറിൻ്റെയും മരണത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിൻ്റെ റെക്ടറായിട്ട് വന്നത് മനുഷ്യനാണ്. അദ്ദേഹം ഒരു ക്ലർജി അല്ല, ഒരു മങ്കോ അങ്ങനെയൊന്നുമല്ല. he was an Italian scholar. He was trained in medicine. പക്ഷേ he practiced a variety of professions. അപ്പോൾ അദ്ദേഹം ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻ്റലക്ച്വലാണ്, ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ഫിഗറാണ് ഈ ഒരു സമയത്ത്. അപ്പം മാർസിലിയസ് ശരിക്കും wrote a book which was very influential at that time. അതിൻ്റെ പേരാണ് ഡിഫെൻസോർ പാച്ചീസ്. അതിൻ്റെ ഒരു ജിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സ്കോഡസിൻ്റെ സമയത്ത് നമുക്കറിയാം, ഈ ലാറ്റിൻ അവേറോസിൻ്റെ സമയത്ത് നമുക്കറിയാം ഇങ്ങനെ ഡബിൾ ട്രൂത്തിൻ്റെ തിയറിയൊക്കെ വരികയാണ്. ഡബിൾ ട്രൂത്ത്. അപ്പോൾ ഇദ്ദേഹം ആ തിയറിയെ വീണ്ടും അത് റിവൈവ് ചെയ്യുകയാണ്. അത് റിവൈവ് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീസൺ ഉണ്ട്, നമുക്ക് ഫെയ്ത്ത് ഉണ്ട്. ഫെയ്ത്തിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും, റീസണിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് 2 സോഴ്സസ് ഓഫ് ട്രൂത്ത് ഉണ്ട് എന്ന് മാത്രമല്ല 2 സെറ്റ്സ് ഓഫ് ട്രൂത്ത് ഉണ്ട്. ഡ്യൂപ്ലക്സ് വെരിറ്റാസ് എന്ന് പറയും. 2 സോഴ്സസ് ഒരേ ട്രൂത്തിലേക്കല്ല നമ്മളെ ലീഡ് ചെയ്യുന്നത്, 2 സെറ്റ് ഓഫ് ട്രൂത്തിലേക്ക്. അത് വേണേൽ കോൺട്രഡിക്റ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. ഇനിയും ഇദ്ദേഹം ഈ പൊളിറ്റിക്കൽ ഫിലോസഫിയെ കുറിച്ച് എഴുതുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഗവേൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് പീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവിടെ എങ്ങനെയാണ് ഹ്യൂമൻ ഫ്ലറിഷിങ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്, അവിടെ എന്താണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്, ഫെയ്ത്ത് ആണോ റീസൺ ആണോ? ഇദ്ദേഹം പറഞ്ഞു ഇറ്റ് ഷുഡ് ബി റീസൺ. കാരണം ഫെയ്ത്ത് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അതിനെ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് സ്ഫിയറിൽ മാത്രമേ നിർത്താവൂ. ഇപ്പം ക്രീഡ് അല്ലെങ്കിൽ ബിബ്ലിക്കൽ ട്രൂത്ത്സ് ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ കൊണ്ടുപോകാം, നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് അതെല്ലാം വിശ്വസിക്കാം. പക്ഷേ പബ്ലിക് സ്ഫിയറിലേക്ക് വരുമ്പോഴത്തേക്കും വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് റീസൺ. അതുകൊണ്ട് തന്നെ ഡിഫെൻസോർ പാച്ചീസ് എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് എ ടൈറ്റിൽ ഓഫ് ദ പോപ്പ്, ഡിഫെൻഡർ ഓഫ് ദ പീസ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ലാറ്റിനിൽ. അപ്പം what Marcellus is arguing is that the Pope should not be the defender of the peace, but rather the king or the prince should be the defender of the peace. കാരണം സെക്യുലർ റൂളറാണ് റീസണിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നയാൾ, അല്ലെങ്കിൽ റീസൺ വെച്ച് റാഷണലായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് സെക്യുലർ റൂളേഴ്സാണ്. ബിഷപ്സും പോപ്പും ഒക്കെ ശരിക്കും ദേ ആർ മെൻ ഓഫ് ഫെയ്ത്ത്. അപ്പോൾ അവർ ഫെയ്ത്ത് വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഫെയ്ത്ത് പക്ഷേ പബ്ലിക് സ്ഫിയറിനുള്ളതല്ല, അത് പ്രൈവറ്റ് സ്ഫിയറിനുള്ളതാണ്. ഇതാണ് ശരിക്കും മാർസിലിയസിൻ്റെ ഐഡിയ. അപ്പം നമ്മൾ ഈ മാരേജസിനെ കുറിച്ച് പറഞ്ഞപ്പം ദർ ഇസ് ഓൾസോ
a marriage between church and state. നമ്മൾ സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേൾക്കും. പക്ഷേ ഈ അഗസ്റ്റീനിയൻ അല്ലെങ്കിൽ ഈവൻ ഡൊമസ്റ്റിക് ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് ആക്ച്വലി എ മാരേജ് ബിറ്റ്വീൻ ചർച്ച് ആൻഡ് സ്റ്റേറ്റ്. അവിടെ ശരിക്കും ദ ചർച്ച് ഷുഡ് ഇൻഫോം ദ സ്റ്റേറ്റ്. ഇപ്പം മോറൽ മാറ്റേഴ്സിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ചർച്ച് ഷുഡ് ലീഡ്. ഒരു സൊസൈറ്റിയുടെ മോറൽ ഫൗണ്ടേഷൻസ് എല്ലാം ഷുഡ് കം ഫ്രം ദ ഫെയ്ത്ത്, നോട്ട് ഫ്രം റീസൺ. ഓക്കെ, അപ്പം അങ്ങനെ അവിടെയും അങ്ങനെ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പിലേക്കാണ് ശരിക്കും നമ്മുടെ ഈ ക്രിസൻഡം മോഡൽ ശരിക്കും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അല്ലെങ്കിൽ സിറ്റി ഓഫ് ഗോഡിലൊക്കെ എൻവിഷൻ ചെയ്യുന്ന ഒരു മോഡൽ ശരിക്കും അങ്ങനെയാണ്. അതിനെ ബേസ് ചെയ്താണ് ശരിക്കും യൂറോപ്യൻ ക്രിസൻഡം വളർന്നു വരുന്നത്. പക്ഷേ അതിനെയാണ് ഇവിടെ അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ അതോറിറ്റീസിൽ നിന്നുള്ള ഒത്തിരി നെഗ്ലിജൻസും അവരുടെ കറപ്ഷനും എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഫെയ്ത്ത് ഷുഡ് ഇങ്ങനെ ഫെയ്ത്തിനെ നമ്മൾ എൻറ്റയർലി പ്രൈവറ്റ് സ്ഫിയറിലേക്ക് റെലഗേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇതിനൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അന്നത്തെ പോപ്പ് ജോൺ ദ 22 അദ്ദേഹവും ഹോളി റോമൻ എംപറർ എന്ന് പറയുന്ന ലുഡ്വിഗ് ഓഫ് ബവേറിയ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഇവർ തമ്മിലൊരു വലിയ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റിൽ അദ്ദേഹം ലുഡ്വിഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതുന്ന ബുക്കാണ് ശരിക്കും ഇത്. എന്നിട്ട് ലുഡ്വിഗ് അദ്ദേഹത്തെ അവിടെ അവരുടെ കോർട്ടിൽ സ്വീകരിക്കുകയും അവിടുത്തെ ഒരു ബിഷപ്പായിട്ട് നിയമിക്കുകയൊക്കെ ചെയ്യും. അപ്പം എന്നിട്ട് ഇങ്ങനെ പോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അദ്ദേഹം പെർസിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കഥകളൊക്കെ പിന്നെയുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് മാർസലിസ് ഓഫ് പാദുവ. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും സെൻട്രൽ ഫിഗറിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് വില്യം ഓഫ് ഓക്കം. നമുക്ക് ഓക്കംസ് റേസർ നമ്മൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കംസ് റേസർ അത് ആക്ച്വലി വില്യം ഓഫ് ഓക്കമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഫിലോസോഫിക്കൽ പ്രിൻസിപ്പിളാണ് ശരിക്കും. വില്യം ഓഫ് ഓക്കം വാസ് ഫ്രാൻസിസ്കൻ ഫ്രയർ. ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കം എന്ന് പറയുന്ന സ്ഥലത്ത്, സറിയിൽ ഓക്കം എന്ന് പറയുന്ന പ്രൊവിൻസിലാണ് അദ്ദേഹം ജനിച്ചത്. ഈ ഫ്രാൻസിസ്കൻസിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും അവർ ദേ ഓപ്റ്റഡ് ഫോർ റാഡിക്കൽ പോവർട്ടി. അത് പിന്നീട് കുറേ ഡിസ്പ്യൂട്ട്സിലേക്കൊക്കെ വഴിതെളിച്ചു ശരിക്കും. ഇപ്പോൾ ഈ റാഡിക്കൽ പോവർട്ടി, ദാരിദ്ര്യം, അതിൻ്റെ പരിപൂർണ ദാരിദ്ര്യം, ഒരു പൊസിഷനും ഇല്ല, ആർക്കും ഒരു പൊസിഷനും ഇല്ല, ഒരു കമ്മ്യൂണിറ്റി കോമൺ ആയിട്ട് തന്നെ ഒന്നും പൊസസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ സെൻറ്റ് ഫ്രാൻസിസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ശരിക്കും ഒരു റാഡിക്കൽ പോവർട്ടിയുടെ ഒരു ഐഡിയയിലേക്ക് വരുന്നത്. പക്ഷേ ഇറ്റ് പോസ്റ്റ് സർട്ടൺ പ്രോബ്ലംസ്. ഇപ്പോൾ ഇവർക്ക് പിന്നെ ഇവരുടെ ഫ്രയേഴ്സൊക്കെ പ്രായമാകുമ്പോൾ അവരെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇവർക്ക് ഇങ്ങനെ ദേ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതൊരു ഡിസ്പ്യൂട്ടായി. ഇത്രയും റാഡിക്കലായിട്ടുള്ളൊരു പോവർട്ടി ആവശ്യമുണ്ടോ? അപ്പം അങ്ങനെ പോവർട്ടി ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവസാനം പോപ്പ് ഹാഡ് ടു ഇൻ്റർവീൻ. അങ്ങനെയുള്ള ഒരു ചെറുനീണ്ടു നിൽക്കുന്ന ഒരു ഡിസ്പ്യൂട്ടാണ് അത് ശരിക്കും. അപ്പോൾ ഈ പോപ്പ് ജോൺ ദ 22 വില്യം ഓഫ് ഓക്കമും ഒക്കെ തമ്മിൽ ഇതിന് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇനി ഇങ്ങനെ എക്സ്ട്രീം പോവർട്ടി എസ്പൗസ് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ വില്യം ഓഫ് ഓക്കമിൻ്റെ ഈ ഐഡിയാസും അതിന് ഈ എക്സ്ട്രീം പോവർട്ടിയുടെ ഒരു ചില ഫീച്ചേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിലും ഉണ്ട് ശരിക്കും. നമ്മൾ ഓക്കംസ് റേസർ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ് ശരിക്കും ഈ ഓക്കംസ് റേസർ എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിൾ എന്താണ്? അപ്പോൾ ഇത് വില്യം ഓഫ് ഓക്കമിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എ പ്ലൂറാലിറ്റി ഓഫ് എൻറ്റിറ്റീസ് ഇസ് നോട്ട് ടു ബി പോസിറ്റഡ് വിത്തൗട്ട് നെസസിറ്റി എന്നുള്ളതാണ് പറയുന്നത്. എ പ്ലൂറാലിറ്റി ഓഫ് എൻറ്റിറ്റീസ് ഇസ് നോട്ട് ടു ബി പോസിറ്റഡ് വിത്തൗട്ട് നെസസിറ്റി. അപ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് കുറച്ച് ടേംസ് വെച്ച് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനെ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക. മിനിമം
കാര്യങ്ങൾ വെച്ച് നമുക്ക് ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ. അതായിരിക്കണം നമ്മുടെ നിലപാട് എപ്പോഴും എന്നുള്ളതാണ് വില്യം ഓഫ് ഓക്കം പറയുന്നത്. അതാണ് ദാറ്റ് ഇസ് ഓക്കംസ് റൈസർ. അത് വില്യം ഓഫ് ഓക്കമിൻ്റെ യുണീക്ക് ഐഡിയ ഒന്നുമല്ല, അത് പഴയ ഐഡിയ ആണ് ശരിക്കും. അത് ഈവൻ ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെ സമയം തൊട്ടുള്ളൊരു ഐഡിയ ആണ്. പക്ഷേ വില്യം ഓഫ് ഓക്കം അതിനെ ഒരു പ്രധാന പ്രിൻസിപ്പിളായിട്ട് മാറ്റി അത് എല്ലായിടത്തും അപ്ലൈ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നത് ശരിക്കും ഓക്കംസ് റൈസർ എന്നാണ്. അപ്പം ഈ ഓക്കംസ് റൈസർ പ്രിൻസിപ്പിൾ നമ്മളിപ്പം എല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും, നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. അപ്പം വി ഷുഡ് ഗോ ഫോർ ദ സിംപ്ലസ്റ്റ് എക്സ്പ്ലനേഷൻ പോസിബിൾ. നമുക്ക് വി ഷുഡ് അവോയ്ഡ് ഓൾ ദി എക്സ്ട്രാവഗന്റ് എക്സ്പ്ലനേഷൻസ്. അപ്പം തോമസ് അക്വൈനസിൻ്റെയും ഡൺ സ്കോട്ടസിൻ്റെയും ഒക്കെ റൈറ്റിങ്സ് അത് വളരെ വളരെ പ്രൊഫൗണ്ടാണ്, ഭയങ്കര ഡെപ്ത് അതിനൊക്കെ. അപ്പോൾ അതിനെയെല്ലാം ഇദ്ദേഹം അറ്റാക്ക് ചെയ്യുകയാണ് ശരിക്കും. അതെല്ലാം ഓവർ കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇച്ചിരി സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് മതി എന്നുള്ളതാണ് വില്യം ഓഫ് ഓക്കമിൻ്റെ ഐഡിയ. ഓക്കെ, അപ്പം ഓക്കംസ് റൈസർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ആദ്യം ഇത് മെറ്റഫിസിക്സിൽ അപ്ലൈ ചെയ്യാണ്. മെറ്റഫിസിക്സിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കണ്ടു പ്ലറ്റോണിക് ഫോംസിനെ കുറിച്ച് നമുക്കറിയാം. പ്ലറ്റോണിക് റിയലിസം, ഒരു ഓബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഓബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ, അത് സർട്ടൻ ഓബ്ജക്ട്സ്, സർട്ടൻ തിങ്സ് ഷെയർ എ കോമൺ നേച്ചർ. ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഹ്യൂമൻ ബീങ് എന്നുള്ള ടേം തന്നെ ആ കോമൺ നേച്ചറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ, അതിനെയാണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കാര്യം എടുത്തു, ഇപ്പോൾ നമ്മൾ സർക്കുലാരിറ്റി, അല്ലെ വൈറ്റ്നെസ്, അല്ലെ ബ്ലാക്ക്നെസ്, അല്ലെങ്കിൽ ടേബിൾനെസ്, ഇതെല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് ഫോംസിന് ഇതിനൊരു പെർഫെക്റ്റ് ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫോംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഐഡിയ ഓഫ് ഫോംസ് ശരിക്കും അതിന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പം പ്ലേറ്റോ അതൊരു സെപ്പറേറ്റ് സ്പേസിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നു. ഫോംസ് ഈ പെർഫെക്റ്റ് സ്ഫിയർ ഓഫ് ഫോംസ്, പെർഫെക്റ്റ് ഫോംസ് എന്ന് പ്ലേറ്റോ വിശ്വസിച്ചു. അരിസ്റ്റോട്ടിൽ അതിനെ കുറച്ച് കറക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇനിയും സെന്റ് അഗസ്റ്റിൻ വരുമ്പോഴത്തേക്കും പറയും യെസ്, ഫോംസ് എക്സിസ്റ്റ് ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ്. അതിൻ്റെ ലൊക്കേഷൻ എന്താണെന്നുള്ളത് സെന്റ് അഗസ്റ്റിൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ, പക്ഷേ ഈ ഫോംസിൻ്റെ ഐഡിയ ഒരിക്കലും ആരും തള്ളിക്കളയുന്നില്ല. കോമൺ നേച്ചർ, ദി ഐഡിയ ഓഫ് കോമൺ നേച്ചർ, ഫോം എന്ന് പറയുന്നതിനേക്കാളും കോമൺ നേച്ചർ എന്ന് പറയാം. പക്ഷെ ഓക്കം പറയും അതൊരു അൺനെസസറി കോംപ്ലിക്കേഷനാണ്. ശരിക്കും അതൊരു അൺനെസസറി കോംപ്ലിക്കേഷനാണ്. കാര്യം ശരിക്കും അതിന് ഇറ്റ് ഡസൻ കറസ്പോണ്ട് വിത്ത് റിയാലിറ്റി. കാര്യം റിയാലിറ്റിയിൽ ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞ സാധനമില്ല. റിയാലിറ്റിയിലുള്ളത് ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ്സേ ഉള്ളൂ, ഓരോരുത്തരേ ഉള്ളൂ. അല്ലെങ്കിൽ ഓരോ പേരുള്ള ഓരോ മനുഷ്യരാണുള്ളത്. മനുഷ്യൻ എന്നുള്ള പേര് നമ്മൾ കൊണ്ടുവരുന്നത് ശരിക്കും നമ്മുടെ മനസ്സിന് വേണ്ടി, നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളതിനെ അങ്ങനെ ഒരു കോമൺ പേരിടുന്നതേ ഉള്ളൂ. ശരിക്കും ഒരു കോമൺ നേച്ചർ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഓൾ ദാറ്റ് എക്സിസ്റ്റ് ഇസ് ഇൻഡിവിജ്വൽ തിങ്സ്. ഇങ്ങനെ ഇൻഡിവിജ്വൽസേ ഉള്ളൂ, എല്ലാം സെപ്പറേറ്റ് ആണ്, എല്ലാം അത് തമ്മിൽ വേറെ കണക്ഷനൊന്നും, അതെല്ലാം നമ്മുടെ മനസ്സ് ഇമ്പോസ് ചെയ്യുന്ന കണക്ഷൻസ് ആണ്. അപ്പോൾ നമ്മളൊരു അൺനെസസറി കോംപ്ലിക്കേഷൻ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ശരിക്കും നോമിനലിസം. അല്ലെങ്കിൽ ഈ പേരുകൾ ഇപ്പോൾ നമ്മളിടുന്ന ഈ ഹ്യൂമൻ ബീയിങ്, അല്ലെങ്കിൽ വൈറ്റ്നെസ്, അല്ലെങ്കിൽ റെഡ്നെസ്, അല്ലെങ്കിൽ ഹെവിനെസ്, അല്ലെങ്കിൽ സ്ട്രെങ്ത്, ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം ദേ ആർ ജസ്റ്റ് നെയിംസ്. അതിൽ നിന്നാണ് നോമിനലിസം എന്നുള്ളൊരു ഐഡിയ വരുന്നത്. അപ്പോൾ റിയാലിറ്റി ഈസ് റെഡ്യൂസ്ഡ് ടു individuals, okay, and universals അല്ലെങ്കിൽ ഈ common natures are reduced to mere names, nomina എന്ന് പറയും ലാറ്റിനിൽ. അതിനാണ് നോമിനലിസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ കാറ്റഗറൈസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത് അത് ഇറ്റ് ഈസ് മാൻ മെയ്ഡ് ഗ്രൂപ്പിംഗ്സ്, അല്ലാതെ അതിന് റിയാലിറ്റി അതിന് കറസ്പോണ്ട് ചെയ്യുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കൈൻഡ്സോ സ്പീഷീസോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഹ്യൂമൻ റീസൺ ചെയ്യുന്ന ഒരു സാധനമാണ്, അല്ലാതെ ഇതിന് ഔട്ട്സൈഡ് വേൾഡിൽ അതിന് യാതൊരു
ബേസിസും ഇല്ല. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും അതിനു മുമ്പുള്ള എല്ലാ നോളജും ശരിക്കും ഈ നേച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഇൻഡിവിജ്വൽസിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എൻറ്റയർ സ്പീഷീസിനെ കുറിച്ചുള്ള നോളജ് നമ്മൾ ഗ്യാദർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് കാറ്റഗറി എടുത്താലും. പക്ഷേ ഓക്കമിൻ്റെ ഐഡിയ വരുമ്പോഴത്തേക്കും നോമിനലിസം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു ഇപ്പം മനുഷ്യനെ കുറിച്ച് നമുക്ക് ഒരാളുടെ ബോഡി തുറന്നിട്ട് നമുക്ക് എല്ലാവരുടെയും ബോഡി അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഇഷ്യൂസ് വരിക. അപ്പം നമുക്ക് ഈ നോളജിനെ കുറിച്ച് ദർ ഇസ് റിന്യൂഡ് സ്കെപ്റ്റിസിസം. അതുവരെ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒരു സ്കെപ്റ്റിക്കൽ പൊസിഷനിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഓക്കമിൻ്റെ ഐഡിയാസിന് ഒത്തിരി ഫോളോവേഴ്സിനെ കിട്ടുന്നുണ്ട്. ഓക്കം ബിക്കംസ് വെരി ഫേമസ് ഇൻ ദ അക്കാഡമിക് സർക്കിൾസ്. അതുകൊണ്ട് തന്നെ ഓക്കമിസം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാവും. അവരെ തന്നെ അവരുടെ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ അവർ വിയ മൊഡേണ എന്നാണ് വിളിക്കുന്നത്. വിയ മൊഡേർണ ലാറ്റിനിൽ വേഴ്സസ് ദ വിയ ആൻറ്റിക്വ, ദി ഓൾഡ് വേ, ദി ആൻറ്റിക് വേ. ദിസ് ഇസ് ദ ന്യൂ വേ. ഓക്കെ, ഇത് 14th സെഞ്ചുറിയിലെ മോഡേൺ വേ ആണ് ഓക്കമിസം. ഓക്കെ, അപ്പം ഓക്കംസ് റേസർ നമ്മൾ മെറ്റഫിസിക്സിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വാട്ട് വി ഗെറ്റ് ഇസ് നോമിനലിസം. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനെക്കുറിച്ച് നമുക്ക് റീസൺ ചെയ്ത് ആക്ച്വൽ നോളജിലേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് എംപിറിസിസത്തിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും നോളജ് കിട്ടത്തുള്ളൂ. സെൻസ് പെർസെപ്ഷൻ, എംപിറിക്കൽ നോയിങ് മാത്രമേ പോസിബിൾ ആകത്തുള്ളൂ. ഈ റിയാലിറ്റി ശരിക്കും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം നോമിനലിസം കൊണ്ടുവരുന്നത്. ഈ പ്ലറ്റോണിക് ഐഡിയാസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഗെറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ പരിണത ഫലമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുക എന്നുള്ളതാണ്. ഇപ്പം ഒന്നും യൂണിവേഴ്സൽ അല്ല. പക്ഷേ അപ്പം നമുക്ക് യൂണിവേഴ്സൽ ടേംസ് വെച്ച് സംസാരിക്കാൻ പറ്റും? അതൊരു ചോദ്യമുണ്ട്. അങ്ങനെ നമ്മുടെ ഭാഷയിൽ ഇത് വളരെ കോമൺ ആണ്. നമ്മൾ ഇങ്ങനെ യൂണിവേഴ്സൽ ടേംസ് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അബ്സ്ട്രാക്ട് ടേംസ് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈവൻ ദ നമ്പർ സിസ്റ്റം ഇസ് അബ്സ്ട്രാക്ട്. നമുക്ക് 1, 2, 3 എന്നൊക്കെ നമുക്ക് അത് റിയാലിറ്റിയിൽ അങ്ങനെ ഒരു സംഭവമില്ല. നമുക്ക് ഒരു മനുഷ്യൻ, 2 മനുഷ്യരും, 3 മനുഷ്യരും. പക്ഷെ അതിൽ നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്താണ് ശരിക്കും ഈ നമ്പർ സിസ്റ്റം തന്നെ കൊണ്ടുവരുന്നത്. അപ്പം അതെങ്ങനെ ശരിയാകും? അപ്പോൾ ഓക്കമിൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ, സിൻസ് ഓൺലി ഇൻഡിവിജ്വൽസ് എക്സിസ്റ്റ്, ഓൾ കോൺസെപ്റ്റ്സ് ആർ അബൌട്ട് ഇൻഡിവിജ്വൽസ്. നമുക്ക് അങ്ങനെ കോൺസെപ്റ്റ്സ് ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിനെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും മനസ്സിലാക്കാം, ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ടും മനസ്സിലാക്കാം. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കപ്പാസിറ്റി നമുക്കില്ല. എല്ലാ ഇൻഡിവിജ്വൽസിനെ കുറിച്ചും ഡിസ്റ്റിങ്ക്റ്റ്, ഓരോ സ്റ്റോണിനെ കുറിച്ചും, ഓരോ മനുഷ്യനെ കുറിച്ചും, ഓരോ ബ്രിക്കിനെ കുറിച്ചും, ഓരോ വീടിനെ കുറിച്ചും, ഓരോ പക്ഷിയെക്കുറിച്ചും അങ്ങനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ടാണ് മനുഷ്യനതിനെ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഈ യൂണിവേഴ്സൽ കോൺസെപ്റ്റ്സ് ഉപയോഗിക്കുന്നത്, when we use universals to refer to more than one individual, it is a confused way of referring to many individuals. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ അതിൻ്റെ പ്രോപ്പർ നെയിം വെച്ച് വിളിക്കാതെ അതിനെ ഒരു കസേര, അല്ലെങ്കിൽ ഒരു ഡോഗ്, അല്ലെങ്കിൽ ഒരു പൂവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. അത് സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷെ അതല്ല ശരിക്കും റിയാലിറ്റി. അങ്ങനെയല്ല. സ്പീഷീസ് ഒന്നും ശരിയല്ല. ഇപ്പോൾ ഈ കാറ്റഗറീസ്, അരിസ്റ്റോട്ടലിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് കാറ്റഗറീസ്. എല്ലാത്തിനെയും കാറ്റഗറൈസ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ അതൊന്നും ശരിക്കും റിയാലിറ്റിയുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് കോൺസിക്വൻസസ്? ഈ നോമിനലിസം, ഓക്കംസ് റേസർ നമുക്ക് മെറ്റഫിസിക്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വാട്ട് വി ഗെറ്റ് ഇസ് നോമിനലിസം. ഇത് ഒക്കമിൻ്റെ തന്നെ വേർഡ്സ് ആണ്. ഐ മെയിൻറ്റെയിൻ ദാറ്റ് യൂണിവേഴ്സൽ ഇസ് നോട്ട് സംതിങ് റിയൽ ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ സബ്ജെക്ട്, ബട്ട് ദാറ്റ് ഇറ്റ് ഹാസ് എ ബീയിങ് ഓൺലി ആസ് എ തോട്ട് ഒബ്ജെക്ട് ഇൻ ദ മൈൻഡ്, ഒബ്ജക്റ്റിവം ഇൻ അനിമ. അങ്ങനെ ഒരു ഇത് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, ഇതിൻ്റെ മറ്റ് കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ശരിക്കും പീറ്റർ ക്രീഫ്റ്റ് ശരിക്കും നോമിനലിസത്തെ വിളിക്കുന്നത് ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് സിംഗിൾ ഐഡിയ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫിലോസഫി എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബുക്കിലും നോമിനലിസത്തെയാണ് അദ്ദേഹം, റിച്ചർഡ് ബീവറിൻ്റെ ബുക്കുണ്ടല്ലോ, ഐഡിയാസ് ഹാവ് കോൺസിക്വൻസസ്, അതിലും നോമിനലിസമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. വെസ്റ്റേൺ സൊസൈറ്റിയുടെ അല്ല വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഡിക്ലൈൻ്റെ തുടക്കം നോമിനലിസത്തിൽ നിന്നാണെന്നാണ് ആ ബുക്ക് പറയുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് മറ്റ് കോൺസിക്വൻസസ്? അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ഈ അരിസ്റ്റോട്ടീലിയൻ ഫിലോസഫി അല്ലെങ്കിൽ തോമിസ്റ്റിക് ഫിലോസഫിയിലേക്ക് വരുമ്പോഴത്തേക്കും ദർ ഇസ് എ കോൺസെപ്റ്റ് ഓഫ് 4 causes. 4 കോസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഫോർമൽ, മെറ്റീരിയൽ, എഫിഷ്യൻ്റ് ആൻഡ് ഫൈനൽ കോസസ് ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനെ നോമിനലിസം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലൊരു കോസ് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഒന്നല്ല, 2 കോസസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാകും. ഒന്ന് ഫോർമൽ കോസാണ്. ഫോർമൽ കോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഫോം, ഇറ്റ് ഇസ് ദ ബ്ലൂ പ്രിന്റ് ദാറ്റ് ഗിവ്സ് an object its individual nature. ഒരു ടേബിളിനെ ഒരു ടേബിൾ ആക്കുന്ന എസെൻസ് എന്താണ്? അതാണ് അതിൻ്റെ ഫോം. മനുഷ്യനെ ഒരു മനുഷ്യനാക്കുന്ന എന്താണ്? എസെൻസ് എന്താണ്? ദാറ്റ്സ് ദ ഹ്യൂമൻ ഫോം, ഹ്യൂമൻ സോൾ എന്ന് നമുക്ക് പറയാം. ആ ഫോം, അതിനെയാണ് നമ്മൾ ഫോർമൽ കോസ് എന്ന് പറയുന്നത്. ആ ഫോം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാവും, ഫോർമൽ കോസ് ഇല്ലാതാവും. അത് ശരിക്കും ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ദി എലിമിനേഷൻ ഓഫ് ദ ഫൈനൽ കോസ്. ദ ഫൈനൽ കോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒബ്ജക്റ്റ് എന്തിനു വേണ്ടി, അതിൻ്റെ ഫൈനൽ യൂസ് എന്താണ്, ഒരു ടേബിളിൻ്റെ ഫൈനൽ യൂസ് എന്താണ്, അല്ലെങ്കിൽ അതിന് ടീലിയോളജി എന്ന് പറയും. ടീലിയോളജി, അപ്പോൾ ടീലിയോളജി കംപ്ലീറ്റ്ലി അങ്ങ് ഡിസ്ട്രോയിഡ് ആവും ശരിക്കും നോമിനലിസം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടീലിയോളജി ഒന്നിനുമില്ല. ഓരോ ഇൻഡിവിജ്വലിനും അതിൻ്റെതായ ക്വാളിറ്റീസേ ഉള്ളൂ. അതൊരു ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് ക്വാളിറ്റീസ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് ഒരു കോമൺ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡിലേക്ക് അത് വളരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി അത് ഉപയോഗിക്കപ്പെടേണ്ട ആവശ്യമില്ല. ടീലിയോളജിയും ശരിക്കും അഫക്റ്റഡ് ആകും ശരിക്കും നോമിനലിസം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അത് ശരിക്കും ഹ്യൂമൻ ബീയിങ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വാട്ട് എ ഹ്യൂമൻ ബീയിങ് ഷുഡ് ബി, ought to be, what is the perfection of human nature, ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് ക്രിസ്ത്യാനിറ്റിയിലൂടെ റിവീൽഡായി കിട്ടുന്നത് എന്നുള്ളതാണ് അതുവരെയുള്ള തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം what we should do, what we should not do, what a human family should look like, what a human society should promote, ഇതെല്ലാം ശരിക്കും ഈ നേച്ചറിൽ നിന്നാണ് ശരിക്കും അതിൻ്റെ എല്ലാം ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇനിയിപ്പം there is no longer a morality that is rooted on the perfection of the human nature. മനസ്സിലായി? ഹ്യൂമൻ നേച്ചറിനെ പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൊറാലിറ്റി ഇനിയില്ല. കാര്യം നേച്ചർ എന്ന് പറയുന്ന സംഭവമില്ല. അപ്പം ഓക്കം ഒരു മോറൽ റിലേറ്റിവിസ്റ്റ് ആണോ? ഇത് ശരിക്കും ഓക്കം വാസ് നോട്ട് എ മോറൽ റിലേറ്റിവിസ്റ്റ്. അതാണ് ഇതിനകത്ത് ഓക്കം ഇത് തമ്മിലുള്ള കണക്ഷൻ ശരിക്കും കാണുന്നില്ല. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ മനസ്സിലാക്കുന്നില്ല. ഹി ടേക്സ് ദ മോറൽ കമാൻഡ്സ് ഇൻ ദ ബൈബിൾ വെരി സീരിയസ്ലി. പക്ഷേ ഈ ഒക്കം അതിനൊരു ചേഞ്ച് വരുത്തും. ഇപ്പം ശരിക്കും അതുവരെയുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്നത് അത് വരുന്നത് ഇറ്റ് കംസ് ഫ്രം ദ ഡിവൈൻ ഇന്റലക്ട് ആൻഡ് ഡിവൈൻ വിൽ. രണ്ടിൽ നിന്നുമാണ്. ഡിവൈൻ ഇന്റലക്ട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിസ്ഡമാണ്, ദൈവത്തിൻ്റെ ലോഗോസ് ആണ്. അപ്പം അതിലൂടെ ദൈവത്തിന് അറിയാം മനുഷ്യന് ഏറ്റവും നന്മയായിട്ടുള്ള എന്താണ്, ഹ്യൂമൻ ഫ്ലറിഷിങ്ങിന് ശരിക്കും എന്താണ് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള, ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള, അതാണ് ദൈവം നമുക്ക് കമാൻഡ്മെന്റ് ആയിട്ട് തരുന്നത്. That is God's fatherly wisdom to raise us up as sons and daughters of God to achieve the perfection of our nature. നമ്മൾ ശരിക്കും ദൈവമക്കളാകാനായിട്ടുള്ള കഴിവ് നൽകി നമ്മളെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് വളർത്താൻ വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് ആണ് കമാൻഡ്മെന്റ്സ്. ആ അണ്ടർസ്റ്റാൻഡിങ് പോകും ശരിക്കും ഇവിടെ. കാര്യം മോറൽ ഡിക്രീസ് ദൈവത്തിൻ്റെ ആർബിട്രറി ഡിക്രീസ് ആണ്. ഇവിടെ ഇപ്പം ഇതിനെ ഈ ഒരു പ്രിൻസിപ്പളിനെ വിളിക്കുന്ന പേര് വോളണ്ടറിസം എന്നാണ്. വോളണ്ടറിസം ഇതിൻ്റെ ഒരു പ്രിക്കേഴ്സർ നമ്മൾ ശരിക്കും സ്കോട്ടസിൽ കണ്ടു. പക്ഷെ സ്കോട്ടസ് വാസ് നോട്ട് എ വോളണ്ടറിസ്റ്റ്. സ്കോട്ടസ് അതിനെ പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല ഈ രീതിയിൽ. ഒക്കമിലേക്ക് വരുമ്പോഴത്തേക്കും there is this tremendous emphasis on the power of God and the will of God. ദൈവം omnipotent ആണ്, സർവശക്തനായ ദൈവമാണ്. അപ്പം ദൈവത്തിന് എന്തും ചെയ്യാം, എന്തും നന്മയായിട്ട് പ്രഖ്യാപിക്കാം. കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, ദൈവം അങ്ങനെ പ്രഖ്യാപിച്ചു വെച്ചിരിക്കുന്നതാണ്.
അത് ദൈവം അത് വിഷ് ചെയ്താൽ ദൈവത്തിന് അത് വേറെ ഏത് രീതിയിലും ചേഞ്ച് ചെയ്യാം. കമാൻഡ്മെന്റ് അഗൈൻസ്റ്റ് അഡൾട്ടറി ഇസ് ജസ്റ്റ് എ കമാൻഡ്. അതിന് ഹ്യൂമൻ നേച്ചറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഓക്കെ, ഇപ്പൊ മൊറാലിറ്റിയും മനുഷ്യന്റെ നേച്ചറും മനുഷ്യന്റെ ഫൈനൽ പർപ്പസുമായിട്ടുള്ള ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെടുകയാണ് ഇവിടെ. അപ്പൊ ഇത് ദിസ് ഇസ് എ റെസിപ്പി ഫോർ മോറൽ റിലേറ്റിവിസം ഇൻ ദ ഫ്യൂച്ചർ. അത് ഇറ്റ് വിൽ ക്രീപ്പ് ഇൻ. അത് ഇൻ ഡ്യൂ ടൈം അതെല്ലാം വരും. നമുക്ക് നമ്മുടെ തന്നെ if we can create our own notion of personal fulfillment, which is detached from any idea of human nature, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മോറൽ നോംസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. പക്ഷെ ഇവിടെ ഇദ്ദേഹം ഓക്കം ഈസ് റിലൈങ് ഓൺ ദ സ്ക്രിപ്റ്റേഴ്സ്, ഓൺ ഡിവൈൻ റെവലേഷൻ. ഓക്കം അതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. അതിനോട് പൂർണ്ണമായി വിധേയപ്പെട്ട് അതിനോട് ഏറ്റവും സിൻസിയറായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഈ ഒക്കം കൊണ്ടുവരുന്ന ഈ ഐഡിയാസ് ഭാവിയിൽ മനുഷ്യനും റെവലേഷനും തമ്മിലുള്ള ഈ ബന്ധമെല്ലാം എടുത്തു കളയും. ഓക്കെ, അപ്പം ടീലിയോളജി, ഫോർമൽ കോസ് എല്ലാം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഇതിലൂടെ. അപ്പം ഈ പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടലിനും അക്വിനസിനും ഒക്കെ നമ്മൾ ലോകത്തെക്കുറിച്ചുള്ള നോളജ് കിട്ടുന്നതിനുള്ള ഒരു പ്രധാന ഉപാധി എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ് ഇസ് ദ ഫോംസ്. അതാണ് കീ ശരിക്കും. പക്ഷേ ഫോംസ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലോകത്തെ അറിയുന്നത് ഇറ്റ് ഇസ് ഇൻ എ ന്യൂ വേ. നമ്മൾ വിൽ നോ ലോnger സ്പീക്ക് അബൌട്ട് ദ വേൾഡ് ആസ് വി ഡിഡ് ബിഫോർ. അപ്പോൾ ഒരു പുതിയ സ്കെപ്റ്റിസിസം ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് സെറ്റ്സ് ഇൻ. അപ്പം മെത്തഡോളജിക്കൽ ഡൗട്ട് വരികയാണ്. നമ്മുടെ മെത്തേഡ് ഓഫ് നോയിങ് ശരിയാണോ? അവിടെ ഒരു വലിയ ഒരു സ്പിരിറ്റ് ഓഫ് സ്കെപ്റ്റിസിസം ഇസ് ബീങ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇത് ശരിക്കും മോഡേൺ സയൻസിനെ ഹെൽപ്പ് ചെയ്തു. ഇൻ റെട്രോസ്പെക്റ്റീവ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാര്യം ഇത് നമുക്ക് ഫിലോസോഫിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്ക് റീസൺ വെച്ചിട്ട് നമുക്കൊന്നും പിടികിട്ടത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം? നമുക്കെല്ലാം അതുപോലെ ഇത് തമ്മിൽ ഈ കോമൺ നേച്ചർ എന്ന് പറയുന്ന സംഭവമില്ല. എല്ലാം ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം നമുക്ക് നോളജ് ആണെങ്കിൽ വി ഹാവ് ടു ഗോ ആൻഡ് ഒബ്സർവ്. വി ഹാവ് ടു റിലൈ മോർ ഓൺ എംപിറിക്കൽ ഡേറ്റ. ആൾക്കാർ പോയി കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ഇതിന് കൂടുതൽ മാത്തമാറ്റിക്കൽ ആൻഡ് സയന്റിഫിക് റിഗർ ആവശ്യമുണ്ട്. നമുക്കപ്പോൾ ഈ ഹൈറ്റൻഡ് സ്കെപ്റ്റിസിസത്തിന് ഒരു റെസ്പോൺസ് ആയിട്ട് വന്നത് ഇതാണ് ശരിക്കും. ഇറ്റ് ഈസ് ദ റൈസ് ഓഫ് ദ മോഡേൺ സയന്റിഫിക് മെത്തേഡ്. അത് ആവശ്യമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമല്ലായിരുന്നു ശരിക്കും. ഈ ഫോം തിയറിയെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് വേണ്ട നമുക്ക് സയന്റിഫിക് മെത്തേഡ് കൊണ്ടുവരാനായിട്ട്. it gave an impetus for the growth of modern scientific method. പക്ഷേ അത് ആവശ്യമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ആവശ്യമല്ലായിരുന്നു. കാര്യം ഇതിന്റെ മറ്റ് കോൺസിക്വൻസസ് അതിനേക്കാളും ഒത്തിരി കോസ്റ്റ്ലി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം, ഈ നോളജിന്റെ ഒരു യൂണിറ്റിയെ എടുത്ത് കളയാണ്. നമ്മുടെ നോളജ് വളരെ ഫ്രാഗ്മെന്റഡ് ആണ്. നമുക്ക് ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് ജനറൽ ആയിട്ടൊന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ തോമിസ്റ്റിക് ഫിലോസഫിയിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഇസ് കണക്റ്റഡ്, എവറിത്തിങ് ഇസ് റിലേറ്റഡ്. അപ്പൊ ദൈവത്തിന്റെ ക്രിയേഷനിൽ നിന്ന് വി ഗെറ്റ് ഇൻസൈറ്റ്സ് അബൌട്ട് ഗോഡ്. ദൈവത്തിന്റെ റെവലേഷനിൽ നിന്ന് വി ഗെറ്റ് ഇൻസൈറ്റ്സ് അബൌട്ട് ദ ക്രിയേഷൻ. വൈസ് വേഴ്സ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കും. നമുക്ക് ദൈവത്തിന്റെ റെവലേഷൻ നമുക്ക് കിട്ടുന്നത് ബൈബിളിൽ നിന്ന് മാത്രമല്ല, ഓൾസോ ഫ്രം ഹിസ് ക്രിയേഷൻ, സെക്കൻഡ് സ്ക്രിപ്റ്റേഴ്സ്. അങ്ങനെ ഇതെല്ലാം വളരെ ഹാർമോണിയസ് ആയിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. പക്ഷെ ആ റിലേഷൻഷിപ്സ് എല്ലാം ഇവിടെ ബ്രോക്കൺ ആവുകയാണ്. നമ്മുടെ നോളജ് ഇസ് ഫ്രാഗ്മെന്റഡ്. നമുക്ക് ഒന്നിനെക്കുറിച്ചും ജനറൽ ആയിട്ട് ഉള്ള ഐഡിയാസ് ഒന്നും കിട്ടത്തില്ല. ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് കിട്ടത്തില്ല. ദൈവത്തെക്കുറിച്ച് ഓക്കെ റെവലേഷനിലൂടെ നമുക്ക് കിട്ടും. പക്ഷെ ഫിസിക്കൽ വേൾഡിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് ടു ലുക്ക് അറ്റ് ഇൻഡിവിജ്വൽ തിങ്സ്, ഗോ ആൻഡ് ഒബ്സർവ്. പക്ഷേ നമ്മുടെ നോളജ് ഓഫ് സയൻസ് വോണ്ട് ടെൽ us എനിത്തിങ് അബൌട്ട് ഗോഡ്, ആൻഡ് ദർ ഇസ് നോ വേ ഓഫ് മേക്കിംഗ് സെൻസ് ഓഫ് ദ ഹോൾ. അപ്പം അങ്ങനെ വളരെ എല്ലാത്തിനെയും അങ്ങ് ഫ്രാഗ്മെന്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാം. അപ്പം ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ് ശരിക്കും നമുക്ക് കിട്ടുന്നത്? ഇറ്റ് ഇസ് നമുക്ക് വി ഗെറ്റ് സാൽവേഷൻ, അത് ശരിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഗാഡ് നമുക്ക് വി ഗെറ്റ് ദ ട്രൂ റെവലേഷൻ ഓഫ് ഗാഡ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, അതിൽ ലോഗോസ് ഉണ്ടായിരുന്നു. വചനം എന്ന് നമുക്ക് പറയുമ്പോൾ ഗ്രീക്ക് ടേം ഇസ് ലോഗോസ്. ദാറ്റ് ഇസ് ട്രൂ വിസ്ഡം.
അപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ ദ വേൾഡ് ഇസ് ഫണ്ടമെന്റലി നോവബിൾ എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. വി ക്യാൻ നോ ദ വേൾഡ്, ഇറ്റ് ഈസ് ഇന്റലിജിബിൾ ടു അസ്. We are created in the image and likeness of the Logos. Okay? And we can speak about the Logos, speak about knowledge in a meaningful manner. Okay, നമ്മുടെ മനസ്സിന് ലോകം ഇൻ്റലിജിബിൾ ആണ്, നമ്മുടെ ഭാഷയ്ക്ക് ഈ കാര്യം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റും. നമുക്കിതിനെക്കുറിച്ച് വി ക്യാൻ ഹാവ് മീനിങ്ഫുൾ കോൺവെർസേഷൻസ് അബൌട്ട് ട്രൂ നോളജ്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ക്രിസ്ത്യാനിറ്റിയിലൂടെ നമുക്ക് അഫേം ചെയ്ത് കിട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ഇപ്പം ഈ തിയോളജിയും സയൻസും തമ്മിലൊക്കെയുള്ള ബൗണ്ടറി അഗെയിൻ ഇറ്റ് ഗെറ്റ്സ് ബ്ലേർഡ്. സയന്റിഫിക് മെത്തേഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയി നിൽക്കുമ്പം തന്നെ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോം ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ ഈ ഫോംസ് എന്ന് പറയുന്നത് ദീസ് ആർ ഐഡിയാസ് ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ് ആൻഡ് ദേ ആർ മൂവ് ടു പെർഫെക്ഷൻ ബൈ ഹിം. പക്ഷെ ഇതെല്ലാം നോമിനലിസം വരിക, ഈ ഒക്കമിൻ്റെ ഐഡിയാസ് വരുമ്പോഴത്തേക്കും ഇറ്റ് ഓൾ ഗെറ്റ്സ് ഡിസ്ട്രോയിഡ്. ഇതെല്ലാം അങ്ങ് ഇല്ലാതാകുകയാണ് ശരിക്കും. ക്രൈസ്റ്റ് ഇസ് നോ ലോങ്കർ ദ ലോഗോസ്, ഈസ് ജസ്റ്റ് വൺ ഒപ്പീനിയൻ അമംഗ് അതേഴ്സ്. ആ ദ ലോഗോസ് എന്നുള്ള ആ ടേം നമുക്ക് നഷ്ടപ്പെടും നമ്മൾ ഈ നോമിനലിസം സ്വീകരിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനിയും വോളണ്ടറിസത്തെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മൾ കോൺസിക്വൻസസ് ഞാൻ കുറച്ച് ഡിസ്കസ് ചെയ്തു. ഇനി എത്തിക്സിലേക്ക് വരുമ്പോൾ എന്താണ് എത്തിക്സിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നമ്മുടെ ഹ്യൂമൻ നേച്ചറിൻ്റെ പെർഫെക്ഷനിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്, ദൈവത്തിൻ്റെ ആർബിട്രറി ആയിട്ടുള്ള ചില കമാൻഡ്മെൻറ്റ്സ് ആണ് ശരിക്കും. അപ്പോൾ ഇതിനു മുമ്പുള്ള സെൻറ്റ് ആൻസലും ഇതിനെക്കുറിച്ച് പറയും, തിയോളജിയെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഇസ് ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് അത് ഇറ്റ് ഇസ് എ വെയിൻ ക്വസ്റ്റ്. അത് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടത്തില്ല. അപ്പം റീസൺ വെച്ച് നമ്മൾ അങ്ങനെ ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നോക്കണ്ട, പ്രോബ്ലം ഓഫ് ഈവിൾ സോൾവ് ചെയ്യാൻ നോക്കണ്ട. ഓക്കെ, ഇനി ഫ്രീ വില്ലും ദൈവത്തിൻ്റെ ഫോർ നോളജും തമ്മിൽ നമുക്ക് ഒരിക്കലും റെക്കൺസൈൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒന്നും ഇപ്പം നോമിനലിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ റീസണ് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. ഓക്കെ, അപ്പോൾ ഈ പ്ലറ്റോണിക് ട്രഡിഷൻ comes to a dead end with OKHAM's nominalism. ഇനി ഇപ്പോൾ നമ്മുടെ സോൾ, ഇനിയിപ്പോൾ ആന്ത്രപ്പോളജിയിലേക്ക് വരികയാണെങ്കിൽ അതിനെ അങ്ങനെ ഒരു സ്പിരിച്വൽ ആൻഡ് ഇമോർട്ടൽ സോൾ ഉണ്ട് എന്നുള്ളതൊക്കെ ശരിക്കും ഗ്രീക്ക് ഫിലോസഫേഴ്സ് തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒക്കും പറയും അത് നമുക്ക് അങ്ങനെ ഫിലോസഫി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വി നോ ദാറ്റ് വി ഹാവ് എ സോൾ ബിക്കോസ് ഗോഡ് ഹാസ് ടോൾഡ് us so. ഓക്കെ, പിന്നെ കോസാലിറ്റി, ദർ ഇസ് നോ റിയൽ കോസൽ ഫോഴ്സ് ഇൻ റിയാലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള കോസൽ റിലേഷൻസ് ഇല്ല. ഇത് മറ്റൊരു കാര്യം കോസ് ചെയ്യുന്നതാണ്, കോസൽ റിലേഷൻസ് ഇല്ല. നമ്മൾ കോസൽ റിലേഷനായിട്ട് ചിന്തിക്കുന്നത് ശരിക്കും അതിങ്ങനെ ദറ്റ് ഈസ് വൺ ബീയിങ്, അതിങ്ങനെ കമ്മ്യൂണിക്കേറ്റിംഗ് സംതിങ് ഓഫ് ഇറ്റ്സ് എനർജി ഓർ മോഷൻ ഇൻ ടു അനദർ. അതിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യം കാണുമ്പോൾ നമ്മളതിനെ അങ്ങനെ പെർസീവ് ചെയ്യുന്നതേ ഉള്ളൂ. റിപ്പീറ്റഡ് ഒബ്സർവേഷനിൽ നിന്ന് നമ്മളതിനെ സീക്വൻഷ്യലായിട്ട് പെർസീവ് ചെയ്യുന്നു. ആക്ച്വലി അത് ഒരു കാര്യത്തെ കോസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കോസൽ ചെയിൻ ഒന്നുമില്ല. ഓക്കെ, ഇനി എത്തിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് എത്തിക്സ് എന്താണ്? ശരിക്കും അതിനു മുമ്പുള്ള ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്, കാത്തലിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ മാൻ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഗോഡ്സ് ഗുഡ്നെസ് എന്നുള്ളതാണ്. മാൻ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഗോഡ്സ് ഗുഡ്നെസ്. മൊറാലിറ്റി ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ ഈ ഗുഡ്നെസ്സിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യുകയാണ്. പക്ഷെ ഓക്കം ആ ബോണ്ടെല്ലാം കട്ട് ചെയ്യുക. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന കാറ്റഗറി നോമിനലിസ്റ്റിൻ്റെ വൊക്കാബുലറിയിൽ ഇല്ല. എവറിത്തിങ് ഇസ് റിയൽ, ഇൻഡിവിജ്വൽ ആൻഡ് സെപ്പറേറ്റ്. ദൈവവും മനുഷ്യനും അങ്ങനെ തന്നെ. അവിടെ പിന്നെ തമ്മിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഒന്നുമില്ല. അപ്പോൾ മൊറാലിറ്റി എന്ന് പറയുന്നത് ഗുഡ്നെസ് ഒരു ആബ്സല്യൂട്ട് ഗുഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തല്ല, ഡിവൈൻ ഗുഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള കാര്യമൊന്നുമല്ല, ഡിവൈൻ വില്ലിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള കാര്യമാണ്. ഡിപ്പെൻഡ്സ് ഓൺ ഗോഡ്സ് വിൽ ആൻഡ് മാൻസ് മോറൽ ഒബ്ലിഗേഷൻ. നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോറൽ ഒബ്ലിഗേഷൻ. ഓക്കം ഇതിനെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ഈ നമ്മൾ ഒരു ഇസ്ലാമിക് നോഷൻ അതേപടിയല്ല ഇവിടെ വരുന്നത്. പക്ഷേ സെയിം കോൺസെപ്റ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ
ഓക്കം ഇതിനെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ എക്സ്പ്രഷൻ ആയിട്ടാണ് കാണുന്നത്. ഫ്രാൻസിസ്കൻ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദൈവത്തോടുള്ള സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. പക്ഷേ അതിന്റെ പിന്നിലെ ഫിലോസഫി എല്ലാം ഇറ്റ് ഗെറ്റ്സ് ഡിസ്റ്റോർട്ടഡ്. അപ്പം നമുക്കിങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് പറയാൻ പറ്റത്തില്ല ഗാഡ് ഈസ് ഗുഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവം എന്ത് വില്ല് ചെയ്യുന്നു അതാണ് ഗുഡ്. ഓക്കെ, യൂത്ത് ഫ്രോ പറയുന്ന പോലെ ദൈവം അത് വില്ല് ചെയ്യുന്നത് കൊണ്ട് അത് ഗുഡാണ്. അല്ലാതെ അതിന് വേറെ അങ്ങനെ ഗുഡ്നെസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഇൻട്രൻസിക് ക്വാളിറ്റി ഒന്നുമല്ല. അപ്പം അഗെയിൻ വില്ലിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം. ദൈവം ഗോഡ് ഈസ് ഓൾ പവർഫുൾ. അപ്പം പവർ ട്രംസ് ഗുഡ്നെസ് എന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ മൈറ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. മൈറ്റ് മേക്സ് റൈറ്റ്. ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൈറ്റ് മേക്സ്, കാര്യം ഇത്രയും പവറുള്ള ഒരു വ്യക്തിയില്ല, ഓൾ പവർഫുൾ. അപ്പോൾ ആ പവറിനെ നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു നെസസിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ദൈവം ഗുഡ് ആയതുകൊണ്ട് ദൈവത്തിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ, അല്ല ദൈവം ജസ്റ്റ് ആയതുകൊണ്ട് ദൈവത്തിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പോൾ അത് നെസസിറ്റിയിലേക്ക് ദൈവത്തെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം നമ്മളോട് ഇങ്ങനെ പെരുമാറത്തുള്ളൂ, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഗോഡ് ഈസ് ഓൾ പവർഫുൾ, ഓംനിപോട്ടന്റ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ നമുക്ക് അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷനും ദൈവത്തിൻ്റെ വില്ലിലും ദൈവത്തിൻ്റെ പവറിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്ഷൻ ശരിക്കും മാറുകയാണ്. അപ്പം നേരത്തെ നമ്മൾ സ്കോട്ടസിൻ്റെ തിയറിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ നാച്ചുറൽ മോറൽ ലോ ആദ്യത്തെ 3 കമാൻഡ്മെന്റ്സിലേക്ക് ഒതുക്കുകയാണ്, ദൈവത്തോടുള്ള നമ്മുടെ ഓബ്ലിഗേഷൻസ്. ഓക്കം അത് മൊത്തത്തിൽ എലിമിനേറ്റ് ചെയ്യും. എന്താണ് ദൈവത്തിന് കമാൻഡ് ചെയ്യാം? അത് ദൈവം എന്ത് കമാൻഡ് ചെയ്യുന്നു അതാണ് മോറലി ഗുഡ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഹേറ്റ് യുവർ നെയ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി മോറലി ഗുഡ്. ഓക്കെ, അപ്പോൾ ദൈവം ഈസ് കംപ്ലീറ്റ്ലി ആർബിട്രറി ആൻഡ് ഹി ക്യാൻ ബി കംപ്ലീറ്റ്ലി ഇറാഷണൽ ബിക്കോസ് ഹി ഈസ് ഓൾ പവർഫുൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ വില്ലിനെ ഇങ്ങനെ അതിൻ്റെ ഫ്രീഡവും അതിൻ്റെ പവറും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ ഒത്തിരി മോഡിഫിക്കേഷൻസ് കൊണ്ടുവരും ശരിക്കും നമ്മുടെ അതുവരെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഡിവൈൻ ലോ കംസ് ഫ്രം ഗോഡ്സ് ഇന്റലക്ട് ആൻഡ് വിൽ. അപ്പോൾ ഇതിനകത്ത് സെന്റ് തോമസിന്റെ ഒരു ഐഡിയ ഉണ്ട്, ഗോഡ് ഇസ് സിമ്പിൾ, ഗോഡ് ഇസ് നോട്ട് കമ്പോസ്ഡ് ഓഫ് പാർട്സ്. അതാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്, സിമ്പിൾ എന്നുള്ള ഐഡിയ ശരിക്കും. അപ്പോൾ ദൈവത്തിൽ നമുക്ക് ഇതിനെ ഒന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ശരിക്കും കാത്തലിക് അണ്ടർസ്റ്റാൻഡിങ്. വില്ലോ, ഇന്റലക്ട്, നോളജോ, ലവോ, ജസ്റ്റിസ്, ഇതെല്ലാം ഒന്നാണ് ദൈവത്തിൽ. ദാറ്റ് ഈസ് എ കാത്തലിക് അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ഓക്കം അതിനെ സെപ്പറേറ്റ് ചെയ്യും ശരിക്കും. ദൈവത്തിൻ്റെ വില്ലിനെ ഏറ്റവും പ്രൈമസി കൊടുക്കും, ഏറ്റവും പ്രാധാന്യം കൊടുക്കും. ശരിക്കും ഈ ഓക്കമിൻ്റെ മെത്തേഡ് വന്നു കഴിഞ്ഞിട്ട് ആക്ച്വലി ഇത് ഈ the world of philosophy gets affected by this spirit of extreme skepticism. അതിന് ഈ ബ്ലാക്ക് ഡെത്ത്, ഈ പ്ലേഗ് ഒരു റീസണാണ്, അതെല്ലാം ഉണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഈ വെസ്റ്റേൺ സിസ്റ്റം ഒരു റീസണാണ്, അവിഞ്ഞോൺ പേപ്പസിയും അതുമൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ എക്ലീസിയൽ കറപ്ഷൻ ഒരു റീസൺ, അതെല്ലാം ഒരു വഴിക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിലോസോഫിക്കൽ ഐഡിയ എന്ന് പറയുന്നത് ഈ നോമിനലിസവും അത് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ വോളണ്ടറിസവും അതിൻ്റെ കോൺസിക്വൻസസും ആണെന്നാണ് വലിയ തിങ്കേഴ്സൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 400 വർഷത്തേക്ക് നമുക്ക് വെസ്റ്റേൺ വേൾഡിൽ നിന്ന് വലിയ ബ്രില്യൻ ഫിലോസഫേഴ്സിനെ ആരും കിട്ടുന്നില്ലെന്നുള്ളതാണ് ഒരു സത്യം. ഫിലോസഫി ഒരു ഡിക്ലൈനിലേക്ക് പോവുക, ചെറിയൊരു ഫേസ് ഓഫ് ഡിക്ലൈൻ. അത് വീണ്ടും റിവൈവ് ചെയ്യുന്നത് ഇസ് ത്രൂ റെനെ ഡേക്കാർട്ട്. പക്ഷെ ഡേക്കാർട്ടിൻ്റെ ഫിലോസഫിയിൽ ഇനിയിപ്പം വരുന്ന എല്ലാ ഫിലോസഫേഴ്സിലും ദർ ഇസ് ഗുഡ് ആസ് വെൽ as ബാഡ്. പണ്ടും ഉണ്ടായിരുന്നു ചില ഐഡിയാസിൽ, പിന്നീട് കറക്ഷൻസ് ഒക്കെ ഒത്തിരി വന്നിട്ട് ഞാനിപ്പം ഈവൻ തോമസ് അക്വൈനസിൻ്റെ കാര്യത്തിൽ പോലും ഇമാക്കുലേറ്റ് കൺസെപ്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പൊസിഷനല്ല ചർച്ച അവസാനം എടുത്തത്. പക്ഷേ ഇനിയും വരുന്ന ഇപ്പം നമ്മളിനി മോഡേൺ ഇറയിലേക്ക് കിടക്കുകയാണ്. അവിടെ വരുമ്പോഴത്തേക്കും ഒത്തിരി ബാഡ് ഐഡിയാസ് ഉണ്ട്. നമ്മളിപ്പം ഈ ഒത്തിരി ഞാൻ നേരത്തെ പറഞ്ഞു, ഒത്തിരി ഹാർമോണിയസ് ആയിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്സ് എല്ലാം ബ്രോക്കൺ ആയി. അത് വീണ്ടും റെക്കൺസൈൽഡ് ആയിട്ടില്ല ശരിക്കും ഇന്ന് വരെ. നമ്മൾ മെയിൻ സ്ട്രീം ഫിലോസഫി എടുത്തു കഴിഞ്ഞാൽ
ഈ ഒരു ഡിവോഴ്സ് സംഭവിച്ചിട്ട് ഇതുവരെ നമുക്ക് അതിനെ തിരിച്ച് മെയിൻ സ്ട്രീമിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല ഫിലോസഫി ആൻഡ് റിലിജിയൻ അതായിരുന്നു ശരിക്കും ഇത് ഒറിജിനൽ മാരേജ്. അതൊരു ഡിവോഴ്സിലേക്ക് പോവുകയും ഫിലോസഫി വിൽ ഫൈൻഡ് അനദർ വൈഫ്, ഇനിയിപ്പം അല്ലെങ്കിൽ അനദർ ഹസ്ബൻഡ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പക്ഷെ ഇതിനിടയ്ക്ക് നല്ല ഫിലോസഫേഴ്സ് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ അവര് they were not പ്രൊഫഷണൽ ഫിലോസഫേഴ്സ്. ഇപ്പം ഒത്തിരി മിസ്റ്റിക്സ് ഉണ്ട് ഈ സമയത്ത്. ജോൺ ഓഫ് ദ ക്രോസ്, മൈസ്റ്റർ എക്കാർട്ട്, ഇങ്ങനെയുള്ള മിസ്റ്റിക്സ് ഉണ്ട്. അല്ലെങ്കിൽ ഈവൻ ജൂലിയൻ ഓഫ് നോർവിച്ച്. ഇവരുടെ മിസ്റ്റിക്കൽ റൈറ്റിങ്സിൽ ഒത്തിരി ഫിലോസഫി ഉണ്ട്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നല്ല ഫിലോസഫി ഉണ്ട്. പക്ഷേ they were primarily mystics or mystical writers. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഫിലോസഫിയെ നമുക്ക് ഈ പ്രൊഫഷണൽ ഫിലോസഫിയുടെ ആ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുപോലെ ഡാൻറ്റെ ശരിക്കും 14th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ, ഡാൻറ്റെ അലിഗിയറി, ചോസർ, ഇവരെല്ലാം ലിറ്റററി ഫിഗേഴ്സാണ്. ഇവരുടെ റൈറ്റിങ്സിലും ഒത്തിരി ഫിലോസഫി ഉണ്ട്. ഒത്തിരി മെറ്റഫിസിക്സിൻ്റെ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്, എപ്പിസ്റ്റമോളജി, എത്തിക്സ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ അവരുടെ എല്ലാം ഫീൽഡ് ശരിക്കും വ്യത്യസ്തമാണ്. നമുക്കതിലേക്കെല്ലാം നമുക്ക് കുറച്ച് മിസ്റ്റിക്കൽ ഫിലോസഫേഴ്സിനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അതുപോലെ കുറച്ച് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സിനെ പരിചയപ്പെടാനുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ ഇവിടുന്ന് തുടങ്ങിയ ഈ ഒരു സ്ലൈഡ്, ഈ ഒരു ഡിക്ലൈൻ, അതിന് എങ്ങനെയാണ് വെസ്റ്റേൺ വേൾഡിനെ മാറ്റിമറിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അത് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ആ കഥയായിരിക്കും പറയാൻ പോകുന്നത്. വെസ്റ്റേൺ വേൾഡിനെ മാത്രമല്ല, ശരിക്കും ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഇത്രയധികം ഫ്ലറിഷ് ചെയ്ത വേറൊരു സ്ഥലമില്ല. ഇപ്പം ഈ മിഡീവൽ യൂറോപ്പിലാണ് ശരിക്കും. അതുകൊണ്ട് നമ്മളതിനെ ക്രിസ്ത്യൻഡം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ കിങ്ഡം എന്ന് പറയുന്നത്. ശരിക്കും ആ ഫ്ലറിഷിങ്ങിലാണ് ശരിക്കും ഇങ്ങനെയുള്ള ഒത്തിരി നന്മകൾ ഉണ്ടാകുന്നത്. ഈ സ്കോളർഷിപ്പ് ഒത്തിരി ഡെവലപ്പ് ചെയ്യുന്നത്, സ്കൂൾസും യൂണിവേഴ്സിറ്റീസും ഒക്കെ ഉണ്ടാകുന്നത്, കോളേജസ് ഉണ്ടാകുന്നത്, ഒത്തിരി മോണസ്ട്രീസ് ഉണ്ടാകുന്നു. ആൾക്കാരുടെ ജനറൽ ഒരു മോറൽ ലൈഫൊക്കെ വളരെ വളരെ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു എത്തിക്സിൽ നിന്നൊക്കെ ഒത്തിരി മേളിലേക്ക് പോവുക. യൂറോപ്പിൽ ഒത്തിരി സെയിൻസും ഒത്തിരി ബ്രില്യൻ സ്കോളേഴ്സും എല്ലാം ഉണ്ടാകുന്നു. എല്ലാ ഫീൽഡിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അഗ്രികൾച്ചർ, യൂറോപ്പ് ഒരു അഗ്രേറിയൻ സൊസൈറ്റി ആയിട്ടൊക്കെ മാറുന്നതൊക്കെ ഈ സമയത്ത്. ടെക്നോളജി, ഈ മോണസ്ട്രീസിൽ ശരിക്കും ടെക്നോളജി വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം സംഭവിക്കുന്നത് ശരിക്കും ഈ ഒരു സമയത്താണ്. അതുപോലെ ഈ യൂറോപ്പിന് ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു, ഈ കാത്തലിക് ഫെയ്ത്തിൻ്റെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ പല പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സും ഉണ്ടാകുന്ന ഈ സമയത്താണ്. ഇപ്പോൾ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതൊക്കെ ശരിക്കും മിഡീവൽ യൂറോപ്പിൽ നിന്ന് വരുന്ന ഐഡിയാസാണ്. കാരണം നമുക്ക് ഇൻട്രിൻസിക് റൈറ്റ്സ് ഉണ്ട്. കാര്യം വി ആർ ഓൾ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. അതൊരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ക്രിസ്ത്യൻ കോൺസെപ്റ്റ്. അപ്പോൾ യൂറോപ്പിൽ നിന്നാണ് ശരിക്കും ഈ മോഡേൺ സിവിലൈസേഷൻ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ലോകം മുഴുവൻ കാര്യം യൂറോപ്യൻസ് എല്ലായിടത്തും പോയി കോളനൈസ് ചെയ്ത് നമ്മളവരെ ഒരു വലിയ വില്ലന്മാരായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവരിലൂടെയാണ് ഈ ഒത്തിരി നന്മകളും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നത്. അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരിലൂടെയാണ് ശരിക്കും ഈ ഒരു വലിയ നന്മയുടെ സംസ്കാരം ലോകം മുഴുവൻ എത്തുന്നത്. ദാറ്റ് ഈസ് എസെൻഷ്യലി ക്രിസ്ത്യൻ. പക്ഷെ അവിടെ ഉണ്ടായ കറപ്ഷൻ, ആ സിവിലൈസേഷനിൽ അല്ലെങ്കിൽ ആ ഫിലോസഫിയിലൊക്കെ ഉണ്ടായ കറപ്ഷൻ, ഇറ്റ് ഹാസ് എഫക്റ്റഡ് ദി എൻറ്റയർ വേൾഡ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റൂട്ട്സ്, ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെയാണെന്ന് നമ്മൾ നോക്കി പോകുമ്പോഴത്തേക്കും ശരിക്കും ഈ യൂറോപ്യൻ ഫിലോസഫിയിലൊക്കെയാണ് ശരിക്കും. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇത് റിച്ചർഡ് ബീവർ പറയുന്നത് ശരിയാണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ ദി 14th സെഞ്ചുറി. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അടുത്ത ക്ലാസ്സുകളിൽ പോകാം. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇന്നത്തെ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. നമുക്ക് കുറച്ച് സമയമുണ്ട് ക്വസ്റ്റ്യൻസിന് വേണ്ടി.
സൂമിലുള്ളവർക്ക് നേരിട്ട് ചോദിക്കാം കേട്ടോ, ചാറ്റ് ചെയ്യണമെന്നില്ല. ഹലോ ചേട്ടാ, കേൾക്കാമല്ലോ? ഈ വില്യം ഓഫ് ഒക്കാമിനെ പറ്റി പറയുമ്പോ അവരുടെ ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന കുറെ കൺഫ്യൂഷൻസിനെ പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നിന്നാണോ ഇങ്ങനെ ഒരു ഐഡിയോളജിയിലേക്ക് പുള്ളി പോകുന്നത്? അത് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ പുള്ളിയുടെ? ഒരു പരിധി വരെ ഉണ്ടായിരിക്കണം. ഇവരുടെ ഈ ഫ്രാൻസിസ്കൻ ഐഡിയൽ ഓഫ് പോവർട്ടി തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ റാഡിക്കൽ പോവർട്ടിയിൽ നിന്നാണ് ശരിക്കും ഈ ഒക്കം റൈസറിന് ഇത്ര വലിയൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നത്. സിമ്പിൾ ലിവിങ്ങിൽ നിന്നാണ് എല്ലാ കാര്യവും. ഇപ്പൊ ആ ഐഡിയ എല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ പോവർട്ടി ഡിസ്പ്യൂട്ട്സ് വരുമ്പോഴത്തേക്കും ഈ അവരുടെ ഈ ഫ്രാൻസിസ്കൻസിന്റെ അവരുടെ സുപ്പീരിയർ ജനറലും വില്യം ഓഫ് ഒക്കമും ഒക്കെ കൂടി പോപ്പുമായിട്ട് സംസാരിക്കും. എന്നിട്ട് അവർക്ക് ദേ ഹാഡ് ടു ഫ്ലീ. അവർക്ക് ഈ പോവർട്ടിയുടെ കേസിൽ അവർക്ക് പോപ്പുമായിട്ടുള്ള ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കാരണം അവർ അവിടെ നിന്ന് പോയി നേരത്തെ പറഞ്ഞ ലുഡ്വിഗ് ഓഫ് ബവേറിയയുടെ അടുത്ത് അഭയം പ്രാപിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരേ സമയത്ത് ഈ മാർഷലിസം, വില്യം ഓഫ് ഒക്കം എല്ലാം ഒരേ സമയത്ത് ലുഡ്വിഗിന്റെ കോർട്ടിലുണ്ട്. അവിടെയാണ്. അപ്പൊ ലുഡ്വിഗ് ശരിക്കും ഈ ഇവരുടെ ഐഡിയാസ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗെയിൻസിന് വളരെ സഹായകരമാണെന്ന് കണ്ടിട്ട് ഇവരെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യും, ഇവരെ സപ്പോർട്ട് ചെയ്യും, ഇവരെ പ്രൊട്ടക്ട് ചെയ്യും, ഈ ഐഡിയാസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഒക്കം സിംപ്ലിസിറ്റിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണോ പറയുന്നത്? സിംപ്ലിസിറ്റി എന്ന് പറയാം, സിംപ്ലിസിറ്റി എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഈ പോവർട്ടി, ജാസ്റ്റിറ്റി ഒക്കെ അതിനോട് താല്പര്യമായിരുന്നോ അതോ താല്പര്യമില്ല? താല്പര്യമായിരുന്നു. റാഡിക്കൽ പോവർട്ടി ആയിരുന്നു. പോപ്പിന് അത്രയും താല്പര്യമില്ലായിരുന്നു. അത് ഇച്ചിരി ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. കാര്യം ഇത് റാഡിക്കൽ പോവർട്ടിയിൽ കുറച്ച് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അത് ഇപ്പൊ ഈ അവരുടെ ഓർഡർ മുന്നോട്ട് പോകണമല്ലോ. എന്തെങ്കിലും പൊസിഷൻ ഇല്ലാതെ ഇവരെങ്ങനെ മുന്നോട്ട് പോകും? എല്ലാവരും എപ്പോഴും ഇങ്ങനെ മെന്റിക്കൻസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ പ്രായമായി വരുന്നവരെ എങ്ങനെ നോക്കും? അതിനുള്ള സ്പേസ് ഒക്കെ വേണ്ടേ? അങ്ങനെയൊക്കെയുള്ള പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ഫ്രാൻസിസ്കൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പൊസിഷൻ ഉണ്ടല്ലോ. മറ്റേ ഈ അത്രയും റാഡിക്കൽ അല്ലല്ലോ അവരുടെ പോവർട്ടി. അപ്പൊ അവിടെ പോപ്പിച്ചറുടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഒരു ഇതെടുത്തേ ഉള്ളൂ. അപ്പൊ അതിനെ നമുക്കിങ്ങനെ പോവർട്ടി, ആന്റി പോവർട്ടി അങ്ങനല്ല, അത് എക്സ്ട്രീം പോവർട്ടിയും പ്രാക്ടിക്കൽ പോവർട്ടിയും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടാണ് ശരിക്കും. ഹലോ ചേട്ടാ. ഓക്കെ, ആരാന്ന് ചോദിച്ചോളൂ. ഈ ഓക്കംസിന്റെ ഐഡിയയും ഈ കഥാർസും ഒക്കെ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഒക്കെ ഉണ്ടോ? കഥാർസ് അതിനുശേഷം ആൽബിജൻസിയൻ, അത് പക്ഷെ ഇല്ല. ഓക്കമും അതുമായിട്ട് എന്ത് അത്ര റിലേഷൻ. പക്ഷെ ഈ ഓക്കമിന്റെ വേറെ കുറച്ച് റൈറ്റിങ്സ് ഉണ്ട്. അത് ശരിക്കും പേപ്പസിയെ കുറിച്ചാണ്. അപ്പം ഈ പോപ്പിനെ നമുക്ക് കണ്ണുമടച്ച് ഒബേ ചെയ്യണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഓക്കമിന്. അപ്പോൾ ഇപ്പം പോപ്പിനെ ഇപ്പം ശരിക്കും ഗോസ്പൽ സ്റ്റാൻഡേർഡ്സിൽ പോപ്പ് നിന്നില്ലെങ്കിൽ പോപ്പിനെ നമുക്ക് വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള. പിന്നെ അത് കഴിഞ്ഞ് അത് പൊളിറ്റിക്കലാകും. ഈ ലുഡ്വിഗിൻ്റെ അടുത്ത് പോയി അവിടെ പോയി താമസിക്കുമ്പോഴത്തേക്കും അത് ഒത്തിരി പൊളിറ്റിക്കലാകും. ഇപ്പം പോപ്പിന് ഇങ്ങനെ ടെമ്പറൽ മാറ്റേഴ്സിൽ ഒന്നും പറയാനുള്ള അധികാരമില്ല, അതെല്ലാം എൻറ്റയർലി സെക്കുലർ റൂളേഴ്സിനാണ്, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ആ ഐഡിയാസൊക്കെ ചിലപ്പം ഇവരെ കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാം. പിന്നെ ഈ എക്സ്ട്രീം പോവർട്ടി അവർ കുറച്ചുകൂടി റാഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഹാഡ് ഹെററ്റിക്കൽ ഐഡിയാസ്. അത് എന്തുമാത്രം എഫക്റ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അതിൻ്റെ കറക്റ്റ് പിക്ചർ ഇല്ല. പക്ഷെ പ്രോബബ്ലി യെസ്. ഈ പോപ്പ് വില്യം ഓഫ് ഒക്കാമിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ ഈ പറയുന്ന ഒരു പോവർട്ടി ബേസ് ചെയ്തിട്ടുള്ള അതുകൊണ്ടല്ല.
അതുകൊണ്ടല്ല ശരിക്കും അല്ല. അതിനുശേഷം ഈ ലുഡ്വിഗിന്റെ അടുത്ത് പോയിട്ട് പിന്നെ പോപ്പിനെതിരെ ഉള്ള പൊളിറ്റിക്കൽ റൈറ്റിംഗ്സ് കൊണ്ടാണ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഒരു ഹെററ്റിക് ആയിട്ട് ശരിക്കും പ്രഖ്യാപിക്കുന്നില്ല ആ സമയത്ത്. ഇവർ അവിഞ്ഞോണിൽ വെച്ച് പോപ്പിനെ മീറ്റ് ചെയ്യുന്നുണ്ട് 1324. പക്ഷെ ആ സമയത്ത് ഇവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഹെററ്റിക് ആയിട്ട് പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അതിനുശേഷമാണ് ഈ ലുഡ്വിഗിന്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞ് ഉള്ള റൈറ്റിംഗ്സ് കാരണമാണ് പിന്നെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് മരണം വരെ അങ്ങനെയായിരുന്നോ? പിന്നെ അതെ അതെ പുള്ളിയുടെ അതെ death വരെ? അതെ അതെ അതെ. ഓക്കെ 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 ഓക്കെ. പിന്നെ വില്യം ഓഫ് ഒക്കാമിന്റെ സയന്റിഫിക് സൈഡും കൂടി ഉണ്ടല്ലോ അല്ലേ? കുറച്ച് അത് പ്രധാനമായിട്ടും ഈ ഓക്കംസ് റൈസർ ആണ് ശരിക്കും. ഓക്കംസ് റൈസറും പിന്നെ നോമിനലിസം ആണ് ശരിക്കും. ഈ ഐഡിയാസ് ഇപ്പം ചില സയന്റിഫിക് തിയറീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കംസ് റൈസർ ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പം തിയററ്റിക്കൽ ഫിസിക്സിലും കമ്പ്യൂട്ടർ സയൻസിലും എല്ലാം ഓക്കംസ് റൈസർ വളരെ അവിടെ അപ്ലൈ ചെയ്യാം. കാര്യം ഇതിപ്പോൾ നമ്മൾ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഈ ഓക്കംസ് റൈസർ അപ്ലൈ ചെയ്യുമ്പോഴാണ് കുഴപ്പം വരുന്നത്. മനസ്സിലായി? ഇപ്പൊ നമുക്ക് ഓക്കെ ഐഡിയ ഓഫ് ഫോംസ് അത് മുഴുവൻ കോംപ്ലിക്കേറ്റഡ് ആണ്, ലെറ്റ് us സിംപ്ലിഫൈ ഇറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് ഓക്കംസ് റൈസറാണ്. പക്ഷേ ഓക്കംസ് റൈസർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വില്യം ഓഫ് ഓക്കം വാസ് കൈൻഡ് ഓഫ് ഒബ്സെസ്ഡ് വിത്ത് ദിസ് ഐഡിയ. അത് കാരണം അത് എല്ലായിടത്തും അപ്ലൈ ചെയ്തു. അതാണ് പറ്റിയത്. ഇപ്പൊ ജോൺ ബുറിഡനും ഈ നോമിനലിസത്തേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ശരിക്കും. ബുറിഡന് മോഡേൺ സയന്റിഫിക് മെത്തേഡിലേക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളല്ലേ. അപ്പോൾ അവിടെ നോമിനലിസത്തിനൊക്കെ റോളുണ്ട് ശരിക്കും. പക്ഷെ അതിൻ്റെ മറ്റ് കോൺസിക്വൻസസ് എല്ലാം നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ തന്നെ പോകണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലായിരുന്നു ശരിക്കും. ഈ ഇവരുടെ പോവർട്ടി കോൺസെപ്റ്റ് അത് ഇപ്പൊ നമ്മുടെ ഫ്രാൻസിസ് അസീസിയുടെ ഒരു പോവർട്ടി ഇതുമായിട്ട് എങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? വ്യത്യാസപ്പെട്ടെന്ന് പറയാം. ഫ്രാൻസിസ് അസീസിയുടെ ഐഡിയയിൽ ഫോളോ ചെയ്യാനാണ് ഇവർ നോക്കുന്നത് ഈ റാഡിക്കൽ പോവർട്ടിയിലൂടെ. ഓക്കെ. പക്ഷെ ഫ്രാൻസിസ് തന്നെ ഇതിനെ ചില നിലപാടുകൾ ചില മാറ്റങ്ങളൊക്കെ ഇടയ്ക്ക് വരുത്തുന്നുണ്ട്. മനസ്സിലായി? ഇപ്പം ഫ്രാൻസിസ് ഇനീഷ്യലി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഇച്ചിരി കുറച്ചുകൂടെ ഈ പ്രാക്ടിക്കൽ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഫ്രാൻസിസ് തന്നെ കുറേയൊക്കെ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ആക്ച്വലി ഫ്രാൻസിസ് അസീസിയുടെ റൈറ്റിങ്സ് അല്ല നമുക്കുള്ളത്, മറ്റുള്ളവർ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ശരിക്കും എന്തായിരുന്നു ഫ്രാൻസിസ് പറഞ്ഞെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്ക് ഇച്ചിരി ഡിസ്പ്യൂട്ടഡ് ആണ് ചില കാര്യങ്ങളൊക്കെ. ഒരുപക്ഷെ എനിക്കൊന്ന് കുറെ കൂടി ഫ്രാൻസിസ് അസീസിയുടെ കുറെ എക്സാജറേറ്റഡ് ആയിരിക്കാം അല്ലേ? പല ബയോഗ്രഫീസും ഉണ്ട് ഒത്തിരി ഹാഗിയോഗ്രഫി ഒക്കെ വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്ത് ഈ മെൻഡിക്കൻ്റ് ഓർഡേഴ്സ് വന്നപ്പോഴത്തേക്കും വേറെ ഈ തിയോളജി വേറൊരു സ്കൂൾ ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പം ജോയാക്കിം ഓഫ് ഫിയോർ എന്ന് പറഞ്ഞാൽ ജോയാക്കിം ഓഫ് ഫിയോർ കേട്ടോ. അപ്പോൾ അയാളുടെ വർക്ക്സിനെ കുറിച്ചൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും അവരിങ്ങനെ ഈ ഹിസ്റ്ററിയെ ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടേക്കും. പഴയ നിയമ കാലഘട്ടം മുഴുവൻ പിതാവിൻ്റെ കാലഘട്ടം, അത് കഴിഞ്ഞ് ഈശോ വന്നതിന് ശേഷം ഈ 1260 വരെ ഈശോയുടെ കാലഘട്ടം, അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ചില ഹെററ്റിക്കൽ ഐഡിയാസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇച്ചിരി ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ ഫ്രാൻസിസ് അസീസിയാണ് ശരിക്കും ഇതിനെ ഈ പുതിയൊരു കാലഘട്ടം അഷറിൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ചില അങ്ങനെയുള്ള തിയോളജിക്കൽ ഐഡിയാസ് ഒക്കെ അന്ന് ചില ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. അപ്പോൾ ഫ്രാൻസിസിനെ കുറിച്ചുള്ള സ്റ്റോറീസും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി അതത്ര ആക്യുറേറ്റ് ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇച്ചിരി സംശയമുണ്ട്. നമ്മുടെ എനിക്കൊന്നും ഈ പോവർട്ടിനെ ആൾക്കാർ ഒത്തിരി തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ പോവർട്ടിക്ക് വേണ്ടി തന്നെ എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. എങ്ങനെയാണ് അതൊരു ക്രിസ്ത്യൻ ആസ്പെക്റ്റില് അതിനെ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കാര്യം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളാണ്. അപ്പൊ ആളുടെ
ആൾക്ക് ഈ പറഞ്ഞ പോലെ പോവർട്ടി എന്നും പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് നമ്മളിപ്പോ പോവർട്ടിനെ എംബ്രേസ് ചെയ്യാന്ന് പറയുന്ന ഒരു ഫ്രാൻസിസിയുടെ ഒരു തോട്ട്, ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാള് അത് സാധ്യമാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, എത്രത്തോളം സാധ്യമാണെങ്കിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതെന്നുള്ളത്? ഞാനത് പറയാനുള്ള ഒരു എക്സ്പെർട്ട് ഒന്നും അല്ല. പക്ഷെ ചേർച്ച് ഇതിനെക്കുറിച്ച് ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്, ഒത്തിരി റിഫ്ലക്ഷൻസ് ഉണ്ട്. ചേർച്ച് പക്ഷെ ഒരിക്കലും പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് എതിരല്ല. മനസ്സിലായി. അപ്പം നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള പ്രൈവറ്റ് പൊസഷൻസിന് അതൊരു തെറ്റായിട്ടോ അതൊരു മോറലി റോങ് ആയിട്ടൊന്നും ചർച്ച കാണുന്നില്ല ശരിക്കും. ചേർച്ച് ശരിക്കും സോഷ്യലിസ്റ്റും അല്ല. എല്ലാവർക്കും ഈക്വൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചേർച്ച് വിശ്വസിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇപ്പം ഇവിടെ അതൊരു നമുക്കങ്ങനെ ഒരു ബ്ലാങ്കറ്റ് റൂള് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഓരോ നാട്ടിലും ഓരോ കൾച്ചറിലും ഒക്കെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ നെസസിറ്റീസിനെ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാനും പാടാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഈ ഫ്രാൻസിസ്കൻസിൻ്റെ ഐഡിയയിൽ ശരിക്കും ഈശോ ഇവരെ ശിഷ്യന്മാരെ മിഷൻ അയക്കത്തില്ലേ, നിങ്ങളൊന്നും കരുതരുതെന്നൊക്കെ പറയത്തില്ലേ. ആ രീതിയിൽ ഇവർ ദേ ആർ ഐറ്റിനറന്റ് പ്രീച്ചേഴ്സ്. അപ്പോൾ ഇവർ സ്വയം കണ്ടിരുന്നത് ഇങ്ങനെ ഈ എല്ലായിടത്തും നടന്ന് പ്രീച്ച് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ്. ആ ഒരു പെർട്ടിക്കുലർ മിഷൻ ഒരു വേ ഓഫ് ലൈഫ് ആക്കിയത് കൊണ്ടാണ് ഫ്രാൻസിസ്കൻസിനിടയിൽ ഇങ്ങനെ ഒരു റാഡിക്കൽ പോവർട്ടിയുടെ ഐഡിയയിൽ വരുന്നത്. അത് എല്ലായിടത്തും എല്ലാ സമയത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈശോയുടെ മിനിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ തന്നെ ദേ ഹാഡ് മണി, കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു. അതിങ്ങനെ പലരുടെ നീഡിന് വേണ്ടി കൊടുക്കാനൊക്കെ നിർദ്ദേശിക്കുന്നൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ സെൻറ്റ് പോളിലേക്ക് വരുമ്പോഴത്തേക്കും സെൻറ്റ് പോൾ ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം കൈകൊണ്ട് ടെൻ്റ് ഉണ്ടാക്കി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നതും നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ട പണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നതും പേഴ്സണൽ പൊസഷൻസ് ഉണ്ടായിരിക്കുന്നതും തെറ്റല്ല. അങ്ങനെ ഒരു റാഡിക്കൽ പോവർട്ടിയിലേക്ക് എല്ലാവരും വിളിക്കപ്പെട്ടുണ്ടെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. അവിടെ നമുക്കൊരു ബാലൻസ് ആണ് വേണ്ടത് ശരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ എപ്പോഴും ഒരു ഡേഞ്ചറുണ്ട്. നമ്മൾ അതിനോട് എന്തുമാത്രം അറ്റാച്ച്മെന്റിലേക്കൊക്കെ പോയി അപ്പോൾ ഓരോന്നിനും ഇപ്പം ഡൊമസ്റ്റിക് ഇതിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാത്തിനും അതിൻ്റെതായ നേച്ചറും അതിൻ്റെതായ റോളും ഉണ്ടല്ലോ. അപ്പം അത് ഇരിക്കേണ്ടിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പണം ആയാലും പൊസിഷൻ ആയാലും എന്തായാലും. പക്ഷെ ഇരിക്കരുതാത്തടത്ത് കയറി ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം തെറ്റായി പോകുന്നത് ശരിക്കും. അപ്പം നമുക്ക് നമ്മുടെ നീഡ്സിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ട്, അതിന് വേണ്ട ഫൈനാൻഷ്യൽ റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷെ നമ്മൾ മണി, ഇപ്പം പോവർട്ടി ഫോർ ദ സേക്ക് ഓഫ് പോവർട്ടി എന്ന് പറയുന്ന പോലെ തന്നെ മണി ഫോർ ദ സേക്ക് ഓഫ് മണി, അവിടെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്, അവിടെ വലിയ പ്രശ്നമുണ്ട്. പിന്നെ ഇതിന് വേറെ ഒത്തിരി തിയറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ചെസ്റ്റർട്ടൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏർലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് മോഡലായിട്ട് നമുക്ക് അങ്ങനെ കണ്ട് അതിനെ ബേസ് ചെയ്തൊക്കെ ഒത്തിരി റൈറ്റിങ്സ് ഒക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റീസിലാണ് ഈ ഏർലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആ മോഡൽ ഇപ്പം വർക്കൗട്ട് ആകുന്നത് ശരിക്കും. അത് ശരിക്കും പ്രാക്ടിക്കലാണ്. നമ്മളൊരു മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റി ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കോമണാണ്, ആർക്കും പേഴ്സണൽ പൊസഷൻസ് ഇല്ല, എല്ലാം കോമൺ ആയിട്ട് പൊസസ് ചെയ്യുന്നു. അപ്പോൾ അത് ശരിക്കും ഏർലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പക്ഷേ അതിപ്പോൾ നമുക്ക് കുടുംബങ്ങളുടെ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത് പ്രാക്ടിക്കൽ അല്ലേ ഇന്നത്തെ കാലത്ത്. അപ്പം അങ്ങനെ ഒരു ഐഡിയയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗോ ജോയിൻ എ മോണസ്ട്രി. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കുറച്ച് പണവും കുറച്ച് പൊസിഷൻസും വേണ്ടി വരും. താങ്ക് യു കേട്ടോ. Anything else? വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഇങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹോപ്പ്ഫുള്ളി വിതിൻ എ മന്ത് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. പക്ഷെ ഇനിയുള്ള യാത്ര ഇച്ചിരി ഡിപ്രസിംഗ് ആണ്. Anyway, അപ്പോൾ നമുക്ക് വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ.